ചെയ്യുന്നു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കുമായി ഞങ്ങൾ നന്ദി കരയറ്റുന്നു. ഇപ്പോൾ ഈ സെന്ററിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്കായി കൂടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മധ്യത്തിൽ കൃപയാൽ സന്നിധനായിരിക്കുന്ന കർത്താവേ, ഈ സെന്ററിനെ ശുദ്ധീകരിക്കുകയും ഇതിന്റെ നാഥനായ എന്നിൽ വസിക്കുകയും ചെയ്യണമെന്ന് നസ്രയത്തിലെ ഭവനത്തിന് നാഥനായ യേശുമശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കാലാകാലങ്ങളിൽ പ്രവേശിക്കുന്ന ദിനമക്കളും എന്നേക്കും അവർക്ക് സമാധാനം ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവാമഹത്വത്തിൽ നിന്റെ മക്കളുടെ കുടിവരവുമായി ഈ സെന്റർ ഓദറ എക്കോ സ്പിരിച്വാലിറ്റി സെന്റർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രതിഷ്ഠിച്ച് കൊള്ളുന്നു. ഇടവിടാതെ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സുന്നതവും ബലവുമാകുന്ന കർത്താവേ, ഞങ്ങളുടെ ധൈര്യത്തിന് കർത്തവ്യങ്ങളിൽ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ സെന്ററിന്റെ നാഥനും ഇതിന്റെ രക്ഷകനുമായി ഇതിൽ കടന്നു വരുന്ന എല്ലാവരും നിന്നെ രക്ഷകനായി അംഗീകരിപ്പാനും വാക്യം മുതൽ 9 വാക്യം വരെ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നു. നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. മുൻപേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും.
പോലെ ഞങ്ങൾക്ക് പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഡൈനിങ് ഹാൾ പ്രതിഷ്ഠിക്കപ്പെടുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിന്റെ ധനത്തിന് തക്കവണ്ണം നിറവേറ്റുന്നതിന് ദൈവമേ, ഈ സെന്ററിലുള്ളവർക്ക് രുചികരമായ ആഹാരം പാകം ചെയ്യുവാൻ വേണ്ടി അധ്വാനിക്കുന്ന കൈകളെ നീ ശക്തീകരിക്കണമേ. ഭക്ഷണം നിന്റെ മക്കളുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുകയും മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുവാൻ നിന്നുള്ള ആശ്രയത്തോടും ഉത്സാഹത്തോടുകൂടെ ജോലി ചെയ്യുന്നവർ പ്രവർത്തിക്കേണ്ടതിനും അവർക്ക് കൃപ നൽകണമേ. എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും ഇവിടെ അധ്വാനിക്കുന്നവരെ കാത്ത് പരിപാലിക്കുവാനും നിനക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് യേശു മശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ അടുക്കള മുറി പ്രതിഷ്ഠിക്കപ്പെടുന്നു. ഹോസ്റ്റലിലേക്ക് പോകാം. തള്ളി പരിപാലകമായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദേശത്ത് അവിടുന്ന് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരു പാരിസ്ഥിതിക സൗഹൃദ ആത്മീക കേന്ദ്രമായിട്ട് ദൈവമേ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു കെട്ടിടം പണിയുവാൻ ലഭിച്ച മുഖാന്തരങ്ങളെ ഓർക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഹോസ്റ്റലായിട്ട് പണിതിരിക്കുന്ന ഈ കെട്ടിടത്തിൽ ഞങ്ങൾ കൂടിയിരിക്കുമ്പോൾ കാലാകാലങ്ങൾ ഇവിടെ പാർക്കുവാനുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ പാർത്ത് പഠിച്ച് പരിശീലനം പ്രാപിച്ച് കർത്താവേ പാരിസ്ഥിതിക ബോധത്തോട് പ്രപഞ്ചത്തിന്റെ സന്തുലിത നിർത്തണം. ദൈവമേ, ഇവിടെ കാലാകാലങ്ങളിൽ രൂപപ്പെടുന്നവരെയും അത് മുഖാന്തര സഭയെ സമൂഹത്തെ ഒക്കെ അനുഗ്രഹിക്കണമേ. സമാധാനത്താലൂടെ നിറയ്ക്കണമേ. ഇവിടെ വസിക്കുന്നവർക്ക് അവിടുത്തെ സമാധാനം കൊടുക്കണമേ. ഇവിടെ വിശ്രമിക്കുന്നവർക്ക് ശരിയായ വിശ്രമം കൊടുക്കണമേ. ചുമതല വഹിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഈ ഹോസ്റ്റൽ അവിടുത്തെ മഹത്വത്തിനാകണമെന്ന് യേശു മശിഹാൽ വാഴ്ചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ഹോസ്റ്റൽ കെട്ടിടം പ്രതിഷ്ഠിച്ചു കൊള്ളുന്നു. ചാപ്പലുണ്ട്, അത് പ്രതിഷ്ഠിക്കാനായിട്ട് മുകളിൽ
സഭയുടെ ആരാധനയ്ക്കായുമാകുന്നു പണിയപ്പെട്ടത് എന്നുള്ളതിന്റെ ലക്ഷ്യമായി ഞാൻ ഈ സഭയുടെ നാമത്തിൽ ഇതിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് അങ്ങേ ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ ധാരാളമായ ദൈവങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് ഏകാടിസ്ഥാനം അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാപങ്ങളെ ഇട്ടുപറഞ്ഞതിനോട് പ്രാർത്ഥിക്കുവാൻ, നിനക്ക് തിരികെറ്റുവാൻ വിശ്വസിച്ച് വന്നുകൂടുന്നതും വിശ്വാസസ്ഥിരതയോടും ദൈവത്തോടും വരുവാൻ നിന്റെ ആക്രമയോടുകൂടെ കൈക്കൊള്ളുവാൻ കർത്താവേ, ഉള്ള പാപങ്ങൾ ക്ഷമിക്കണമേ, ഉള്ള ബലഹീനതകളിൽ കഴിവ് തോന്നണമേ, നിന്റെ പരിശുദ്ധാത്മാവിനാരുടെ പ്രകാശിപ്പിച്ച് വിശുദ്ധീകരിക്കണമേ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, ക്രിസ്തുവിന്റെ അവതരിക്കാനാവാത്ത സ്നേഹത്താൽ നിർമ്മിക്കപ്പെട്ടവരായി പരിശുദ്ധാത്മ നിറവോടും നിന്റെ മർമ്മങ്ങളുടെ വിശ്വസ്ത കാര്യവിചാരകന്മാരും ക്രിസ്തുവിന്റെ കൃതപ്പെട്ട ആളുകളെ താല്പര്യമായി രക്ഷിക്കുന്നവരും വചനം കൊണ്ടും നല്ല ദൃഷ്ടാന്തം കൊണ്ടും ജനങ്ങളെ ഉറപ്പിച്ച് പരിശുദ്ധാന്തം ബന്ധപ്പെടുത്തുന്നവരുമായിരിക്കുവാൻ വെളിപ്പെടുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം വഹിക്കുവാൻ നിങ്ങളുടെ കർത്താവായ യേശുമശിഹാമൂലം കൃപ നൽകണമേ. ഈഡൻ എക്കോ സ്പിരിച്വാലിറ്റി സെന്റർ എന്ന നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ചാപ്പൽ, ഇതിലെ ഉപകരണങ്ങളും സാധാരണ ഉപയോഗത്തിൽ നിന്ന് വേർതിരിച്ച് ദൈവനാമഹത്വത്തിനായി നാം ഇന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ സഭയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാനം കൊണ്ട് നാം പ്രസിദ്ധപ്പെടുത്തുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ഹൃദയത്തിന് സമാധാനവും നൽകുന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. തങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കുവാനും സമാധാനത്തോടെ വിശ്രമിച്ച് പുതുശക്തിയും ചൈതന്യവും പ്രാപിക്കുവാനും നിന്റെ മക്കളെ സഹായിക്കണമേ. ഈ ഡോർമർട്ടിയിൽ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലായ്പ്പോഴും തിരുസാന്നിധ്യം നിന്റെ മക്കൾക്കൊരു കോട്ടയായിരിക്കണമെന്ന് യേശുമശിഹാമൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ചെയ്യുന്നു. മഹായിടവകാദിന്റെ മിഷണറി ആഗമനത്തിന്റെ ദിശദാപ്തി ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇപ്രകാരം ഈ സ്ഥലം ഇപ്രകാരം ഒരു സ്ഥാപന പണിയുവാൻ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ട് സ്തോത്രം കരയറ്റുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ. ദ്വിശതാബ്ദി പദ്ധതികളുടെ വിജയത്തിനു വേണ്ടി അഭിവന്യ തോമസ് കെ ഉമ്മൻ തിരുമേനി മുഖ്യ പ്രഭാഷണം നടത്തുവാനായി എത്തിച്ചേർന്നിട്ടുള്ള നീലാണ്ടൻ സാർ, ബഹുമാന്യനായ പത്തനംതിട്ട ലോക്സഭ ജനപ്രതിനിധി ശ്രീ ആന്റോ ആന്റണി, ബഹുമാന്യനായ ശ്രീ മാത്യു കോശി പുന്നക്കാട്, വിവിധ സഭകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള കൗൺസിൽ അംഗങ്ങൾ, ആദരണീയരായ അച്ഛന്മാർ, കേരളത്തിലെ ക്രിസ്തീയ സഭകളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ സഭകളിൽ വെച്ച് പരിസ്ഥിതി പ്രശ്നങ്ങളുടെ ഉത്കണ്ഠയും അതിൻ്റെ ആകുലതയും പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമൊക്കെ സമൂഹത്തെ ആദ്യം ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ച സഭകളിലൊന്നാണ് CSI സഭ, പ്രത്യേകിച്ച് മധ്യ കേരള മഹായിടവ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പ്രമുഖമായ ഒരു ദിനപത്രം വർഷങ്ങൾക്ക് മുമ്പ് മഹായിടവ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എഡിറ്റോറിയൽ എഴുതി അഭിനന്ദിച്ചത്. ഈ അടുത്ത കാലത്ത് തന്നെ പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സ്വാർത്ഥ ലാഭങ്ങൾക്ക് അതീതമായി മഹായിടവ എടുത്ത ധീരമായ നിലപാടുകളെ സമൂഹം പ്രകീർത്തിക്കുകയുണ്ടായി. മഹായിടവയെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് ദൈവിക ദർശനത്തിൽ അധിഷ്ഠിതമാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, പ്രകൃതിയും സകലത്തിന്റെ സൃഷ്ടാവായ ദൈവവുമായിട്ടുള്ള ബന്ധം, ഈ ബന്ധങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഓതറയിൽ സ്ഥാപിക്കുന്ന ഇക്കോ സ്പിരിച്വാലിറ്റി സെന്റർ. ഈ മഹായിടവയ്ക്ക് ലഭിച്ച തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തോളൂ. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം ഏതാനും മിനിറ്റുകൾക്കാവുമ്പോൾ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ മഹായിടവയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം CR നീലകണ്ഠൻ സാറാണ്. കേരളത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വേറിട്ട അദ്ദേഹത്തെ ലഭിച്ചത് നമ്മുടെ വളരെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ത്തിലേക്ക് ഞാൻ തികഞ്ഞ ആത്മാർത്ഥത്തോടുകൂടി സ്വാഗതം ചെയ്തു. ആന്റണി പത്തനംതിട്ടയിൽ നിന്നുള്ള അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല, അദ്ദേഹം എത്തിച്ചേർന്ന് അറിയിച്ചിട്ടുണ്ട്. സെന്ററിന്റെ പ്രവർത്തനങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. പ്രാദേശികമായ നമ്മുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും അത് പരിഹരിക്കുകയും ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും സുഗമമാക്കാൻ നമ്മളിൽ ഒരാളെ പോലെ പ്രവർത്തിച്ച ആദരണീയനായ ഉമ്മൻ ജോർജ് അച്ഛൻ ഈ വേദിയിലുണ്ട്. ഉമ്മൻ ജോർജ് അച്ഛനെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ശ്രീ മാത്യു കോശി പുന്നക്കാട്, പരിസ്ഥിതി വിഷയങ്ങളിൽ ഈ മഹായിടവയുടെ മുഖമാണ് ശ്രീ മാത്യു കോശി പുന്നക്കാട്. സിനഡിന്റെ ഔദ്യോഗിക വക്താവാണ് അദ്ദേഹം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മഹായിടവിലെ വൈദികർ, ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ അതിഥികൾ, വിവിധ സഭകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യായ മാത്യൂസ് ലഞ്ഞിക്കലച്ചൻ, വിവിധ സഭകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള കമ്മിറ്റി അംഗങ്ങൾ, സഭാ വിശ്വാസികൾ, സർവോപരി നല്ലവരായ നാട്ടുകാർ, സാമൂഹ്യ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, എല്ലാവരെയും ഒരിക്കൽ കൂടി മധ്യകേരള മഹായിടവയുടെ പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷകനായിട്ട് എത്തിയിരിക്കുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന പാരിസ്ഥിതിക പ്രവാചകനായ ശ്രീ CR നാലകണ്ഠൻ സാറ്, നമ്മുടെ പ്രിയ ജനപ്രതിനിധി MP ആന്റണി അവർകൾ, മഹായിടവക ഓഫീസേഴ്സ്, അൽമായ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻ ജെ ഡാനിയൽ, വൈദിക സെക്രട്ടറി ഡോക്ടർ ഉമ്മൻ ജോർജച്ചൻ, വന്യരായ വൈദിക സഹോദരങ്ങൾ, വിശിഷ്ട അതിഥികൾ, ജനപ്രതിനിധികൾ, മാതാപിതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കട്ടെ. വാസ്തവമായി ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിറഞ്ഞ സന്തോഷത്തോടും ദൈവത്തോടുള്ള കൃതജ്ഞതയോടുമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. 1998 ഈ കാലങ്ങളിൽ ചെങ്ങന്നൂർ ഇടവപ്പെട്ടക്കാരനായിരിക്കുമ്പോൾ എൻ്റെ സ്നേഹിതരായ അശോകലക് സാറും സജീവമായിട്ടാണ് ഓതറ ഇവിടെ നിലകൊണ്ടിരുന്ന പഴയ കെട്ടിടം കാണുവാനായിട്ട് എത്തിയത്. ഈ ഭൂമി ഏതെന്ന് നാമകരണം ചെയ്തുകൊണ്ടാണ് ഈ സെന്ററിന് പ്രവർത്തനത്തിന്റെ ആരംഭം കുറിക്കുവാനായിട്ട് ദിവസം ഇടയായത്. തെന്നിന്ത്യ സഭ 1992 മുതൽ പാരിസ്ഥിതിക വിഷയങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങള് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലായി വിസ്തരിക്കപ്പെട്ട് പ്രചരിക്കപ്പെട്ടിരിക്കുന്ന തെന്നിന്ത്യ സഭ, തെലുങ്ക് സംസാരിക്കുന്നവരും തമിഴ് സംസാരിക്കുന്നവരും ആന്ധ്ര സംസാരിക്കുന്നവരും കന്നഡ ഭാഷ സംസാരിക്കുന്നവരുമായിട്ടുള്ള 45 ലക്ഷം വരുന്ന ജനങ്ങളടങ്ങുന്ന ദക്ഷിണേന്ത്യ സഭയെ സംബന്ധിച്ച് പ്രപഞ്ചം, ഈ അണ്ടഘടാകങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആ ദൈവത്തിന്റെ സൃഷ്ടി, ആ സൃഷ്ടികൾക്ക് സഹവസിക്കുവാനുള്ള ഭൂമിയും ഭൂമണ്ഡലവും ആകാശവിധാനവുമാണ് എന്നുള്ള തിരിച്ചറിവാണ് ഈ സഭയെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ളത് സംശയമില്ല. ഈ സഭയെ സംബന്ധിച്ച്, ദക്ഷിണ ഭാരത സഭയെ സംബന്ധിച്ച് വളരെ വിസ്തൃതമായ ഭൂപ്രദേശമാണ്. മഹാരാഷ്ട്രയുടെ തെക്കേ അതിർത്തി മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ഈ വലിയ ഭൂപ്രദേശത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ഇന്ത്യൻ സഭയാണ്. ഈ മണ്ണിന്റെ മണവും ഗന്ധവും അനുഭവിക്കുന്ന സഭയാണ്. ബലഹീനരും അശരണരുമായിട്ടുള്ള, അലംബഹീനരുമായിട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും മാറോട് ചേർത്തടച്ചുകൊണ്ട് 1816 ഇന്നേക്ക് 200 വർഷങ്ങൾക്കപ്പുറമായിട്ട് ഈ ഭാരതത്തിൽ, കേരളത്തിൽ ഈ സഭയ്ക്ക് ജന്മഭാവം നൽകിയത് എന്നുള്ളത് ചരിത്ര സത്യമാണ്. അതുകൊണ്ട് ഇതിന്റെ പാരിസ്ഥിതിക പ്രയാണം ഒരു പുത്തൻ
സമീപനമായിട്ട് ഞാൻ കാണുന്നില്ല. മറിച്ച് ഈ സഭ ലോകത്തിൽ ഒരു സഭയും അതിന്റെ ഭരണഘടനയിൽ പാരിസ്ഥിതിക വിഷയം എഴുതി ചേർത്തിട്ടില്ല. എന്നാൽ ദിവ്യ സഭ അതിന്റെ ഭരണഘടനയിൽ അനുശാസിക്കുന്നു, ഈ പ്രപഞ്ചം ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ഈ ചരാചരങ്ങളും ഈ ലതകളും ഈ വള്ളികളും ഈ മരങ്ങളും ഒക്കെയും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അങ്ങനെ രൂപത്തിലുള്ള സൂക്ഷ്മ ജീവികൾ ഉൾപ്പെടെ വലിയ ജീവികൾ വരെ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നുള്ള ബോധമാണ് ഈ സഭയെ സംബന്ധിച്ച് ഈ പാരിസ്ഥിതിക വിഷയത്തോടുള്ള പടപൊരുതൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ചില മാസങ്ങൾക്ക് മുമ്പായി മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ടും ഉമ്മൻ റിപ്പോർട്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ടുമൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ മീമാംസകളെയും രാഷ്ട്രീയ ഇടങ്ങളെയും ഒക്കെ അസ്വസ്ഥമാക്കിയപ്പോൾ ഉച്ചസ്ഥരം ഈ സഭയ്ക്ക് ഉദ്ഘോഷിക്കുവാൻ കഴിഞ്ഞു. ഗാഡ്ഗിൽ റിപ്പോർട്ടാണ് ഏറ്റവും അധികം പാരിസ്ഥിതികമായിട്ട് നീതി പുലർത്തുന്ന റിപ്പോർട്ടെന്ന്. അതന്ന് മാത്രമല്ല, ഇന്നും ഞാൻ അടിവരയിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ സഭയെ സംബന്ധിച്ച് ആ ദീർഘകാലത്തെ ഒരു അനുഭവത്തിന്റെയും ദർശനത്തിന്റെയും ഫലമാണ് ഇങ്ങനെ ഒരു പാരിസ്ഥിതിക കേന്ദ്രം, എക്കോ സ്പിരിച്വാലിറ്റി സെന്റർ. ഇതിന്റെ കെട്ടിടങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിന്റെ ചുറ്റുപാടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏറ്റവും അധികം പ്രകൃതി സമീപനത്തിലാണ്. പ്രകൃതിദത്തമായ കാര്യങ്ങളെക്കുറിച്ചും പാരിസ്ഥിതിക കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ മനുഷ്യനും മൃഗങ്ങൾക്കും ചരാചരങ്ങൾക്കും പ്രകൃതികൾക്കും ആവാസയോഗ്യമായ ഇടമായിരിക്കണം ഭൂമി എന്നുള്ള ദർശനമാണ്. ഒരുപക്ഷെ ഇന്ന് ആധുനിക ഭാരതത്തിൽ സുസ്ഥിര ഭരണത്തെക്കുറിച്ചും സുസ്ഥിര ജീവനെക്കുറിച്ചും സുജീവനെ കുറിച്ചും അങ്ങനെ സുസ്ഥിരമായ വികസനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. വികസനം മനുഷ്യകേന്ദ്രീകൃതമായിരിക്കണം. മനുഷ്യകേന്ദ്രീകൃതമല്ലാത്ത വികസനങ്ങൾ ഒരിക്കലും മനുഷ്യനെ വികസനത്തിലേക്ക് നയിക്കുകയില്ല എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു വിശ്വാസ ദർശനം ഈ സഭയിലെ ജനങ്ങൾക്ക് മാത്രമല്ല, ഭാരതത്തിലെ 120 കോടി ജനങ്ങൾക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. ഇന്ന് നിർഭാഗ്യവശാൽ മനുഷ്യനെ രണ്ടാമതാക്കിക്കൊണ്ട് മറ്റുള്ള ചിന്തകളിൽ ആക്കം വർദ്ധിപ്പിച്ച് മറ്റുള്ള ചിന്തകളിലൊക്കെയും നീങ്ങുന്നതായ ഒരു ദുസ്ഥിതി, ഒരു ദുസ്സാഹചര്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുവാൻ വിശദമായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുവാൻ കഴിയും. വികസനം മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കണം. ഇന്ന് കാറുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ നടക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നില്ല. ഇന്ന് കാറുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിന്റെ തിന്മകൾക്ക് ഇരയാകുന്ന ആളുകളുടെ എണ്ണമാണ് വർദ്ധിക്കുന്നത്. അതുകൊണ്ട് കാറ് വേണ്ട എന്നോ റോഡ് വേണ്ട എന്നുള്ള ഒരു തെറ്റായ ദർശനം എനിക്കില്ല. മറിച്ച് അതിനെ നിയന്ത്രിക്കുവാനും ക്രമീകരിക്കുവാനുള്ള പദ്ധതികളാണ് ഈ രാജ്യത്തുണ്ടാകേണ്ടത്. മലിനമെന്നും വേസ്റ്റ് എന്നും കൽപ്പിക്കുവാനൊന്നും ദൈവം സൃഷ്ടിച്ചില്ല. ആ സൃഷ്ടികളുടെ ഉപസംഹാരമായി 6 ദിവസം സൃഷ്ടിച്ച ദൈവം 7-ാം ദിവസം സ്വസ്ഥമാകുമ്പോൾ പറഞ്ഞത്, എല്ലാം ഞാൻ സൃഷ്ടിച്ചത് നന്മയ്ക്ക് വേണ്ടിയാണ്, എന്റെ സൃഷ്ടികളൊന്നും ദോഷമല്ല എന്നാണ് ദൈവം പഠിപ്പിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, ഇന്ന് മാലിന്യത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമെന്ന്. ഞാൻ നിങ്ങൾ വിസർജിക്കുന്ന മൂത്രത്തിൽ നിന്നും മലത്തിൽ നിന്നും പോലും ഗ്യാസ് ഉണ്ടാക്കിക്കൊണ്ട് കുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നുള്ള ദർശനം ഒരു ശാസ്ത്രീയ ദർശനം മാത്രമല്ല, വേദപുസ്തകത്തിന്റെയും ഗ്രന്ഥങ്ങളുടെയും അന്തർധാരയും സംഭവിച്ച ആ വലിയ അടിയൊഴുക്കുകളെ കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഓദർ എക്കോ സ്പിരിച്വാലിറ്റി സെന്ററിനെ സംബന്ധിച്ച് ചില മോഡലുകളാണ്, ചില മാതൃകകളാണ് ഇവിടെ കൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തെമ്പാട് സഞ്ചരിക്കുന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ കൊറിയയിലായിരുന്നു. എക്കോ വില്ലേജ്, അവിടെ പുരോഗതിയുടെ ഒരു ഘട്ടമുണ്ട്. ഇന്ന് ലോകത്തേക്ക് ഏറ്റവും വലിയതായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് കൊറിയ രാജ്യം, സൗത്ത് കൊറിയ. എന്നാൽ എക്കോ വില്ലേജുകള്, എക്കോ പാരിസ്ഥിതിക അടിസ്ഥാനത്തിലുള്ള വില്ലേജുകൾ, ഗ്രാമങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഒരു പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ, ഒരു പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുവാൻ ഇന്ന് അവർ പണിപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ കേരളത്തെ സംബന്ധിച്ച്, ഈ കൊച്ചു കേരളത്തെ സംബന്ധിച്ച് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ചില നടപടികളിലേക്ക് പ്രവേശിക്കുന്നില്ലെങ്കിൽ ആർക്കും യാത്ര ചെയ്യാൻ വയ്യാത്ത, ആർക്കും നടക്കാൻ വയ്യാത്ത, ആർക്കും പ്രാണവായു ലഭിക്കാത്ത ശ്മശാന ഭൂമിയായി എന്റെ കൊച്ചു കേരളം ദൈവത്തിന്റെ നാടായി തീരരുത് എന്നുള്ള എന്റെ അന്തരാളങ്ങളിൽ നിന്ന് നിർഗമിക്കുന്ന എന്റെ ഏങ്ങലടിയുടെ മാത്രം ഒരു പ്രതിസ്ഫുരണമാണ്
ഈ ഓദ്രയിലെ സ്പിരിച്വാലിറ്റി സെന്റർ എന്ന് പറയുവാനായിട്ട് എനിക്ക് കഴിയും. അതുകൊണ്ട് ഇന്ന് ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ഓർക്കുവാനായിട്ടുള്ളത്, ഒരു പ്രതിവിപ്ലവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് സെന്ററുകളിൽ മാത്രമല്ല, ജീവിതത്തിൽ ഒരു പ്രതിവിപ്ലവം നടക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പ്രതിവിപ്ലവം നടക്കണം. നമ്മുടെ സഭകളിൽ ഒരു പ്രതിവിപ്ലവം നടക്കണം. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, പള്ളികളുടെ എണ്ണം നോക്കിക്കൊണ്ട് ഈ രാജ്യത്ത് സമാധാനമുണ്ടെന്ന് പറയുവാൻ കഴിയത്തില്ല. ഇവിടെ ക്രൈസ്തവ ദേവാലയങ്ങൾ വർദ്ധിച്ചതുകൊണ്ട് ഈ ഭൂമി സമാധാന ഭൂമിയാണെന്ന് പറയാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ പള്ളികളാണോ വർദ്ധിക്കേണ്ടത്? ആരാധനയിടങ്ങളുള്ള ഹൃദയമാകുന്ന ആലയങ്ങൾ വളർത്തപ്പെടുന്ന പണിയപ്പെടുന്ന മനുഷ്യനായി തീരണം എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഒരു ബിഷപ്പ് എന്ന നിലയിൽ പറയുമ്പോൾ അതിൽ പന്തുകേടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്, എന്താണ് വളരുന്നത്, എന്താണ് ഉയരുന്നത്, എന്താണ് നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ള ഒരു വ്യക്തതയും തിരിച്ചറിവും തെളിമയും ഉണ്ടായെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. ആരോ പറയുന്നത് കേട്ടു, നാളെ കഴിഞ്ഞ് ഈ ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന്. ഇന്നലെ തുള്ളിവിടാതുള്ള പെയ്ത്ത് കണ്ടപ്പോൾ, ഇന്നലെ പല പ്രദേശത്തും കൊടുങ്കാറ്റടിച്ചപ്പോൾ, ഇന്നലെ പലപ്പോഴും മൃഗങ്ങൾ ആടിയിളകിയപ്പോൾ ഞാൻ വിചാരിച്ചു പോയി 2001 സുനാമിയാണോ ഇനിയും കേരളത്തിൽ അടിക്കാൻ പോകുന്നതെന്ന്. ഞാനും അതിന്റെ ഇരയായി തീർന്നാൽ എന്റെയും നിങ്ങളുടെയും ചുമതലയാണ്, ബാധ്യതയാണ് എന്ന് മറന്നു പോകണം. ആരെയും നിഷേധിക്കരുത്. സുനാമി നാളെ അടിച്ചാൽ ഇന്ന് കാണുന്നതായ സൗധങ്ങളും ഇന്ന് കാണുന്ന ജീവിതങ്ങളും ഒക്കെയും എവിടെ പോയി നിവദിക്കുമെന്ന് ഓർക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ പാരിസ്ഥിതിക ബോധമുണ്ടാകേണ്ടത്, പാരിസ്ഥിതിക ദർശനമുണ്ടാകേണ്ടത്. പാരിസ്ഥിതികത്തിന്റെ പടവാളെടുത്തുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ, സമൂഹ ഭേദമന്യേ, ഭാഷാഭേദമന്യേ ഈ രാജ്യത്ത് പോരാടേണ്ടത് എന്ന് പറയുവാനായിട്ട് ഞാൻ സമയം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് എക്കോ സ്പിരിച്വാലിറ്റി സെന്റർ ഓദ്രയിൽ ഏതെന്ന് ഞാൻ പേര് കൊടുത്തത് അതുകൊണ്ടാണ്. വേദപുസ്തകത്തിന്റെ ആദ്യ നാളുകളിൽ കാണുന്ന ദൈവത്തിന്റെ സൃഷ്ടിയുടെ മനോഹരതയുടെ നിർമ്മിതമായി നിൽക്കുന്ന ഒരു ഏതന്റെ ചിത്രമാണ്. മനുഷ്യനും മൃഗവും, പാമ്പും മനുഷ്യനും, തേളും പാമ്പും, ദുഷ്ടമൃഗവും നല്ല മൃഗവും മനുഷ്യരുമായി സഹവസിക്കുന്ന, ഏറ്റവും അധികം ആനന്ദിക്കുന്ന, എന്നും വൈകാറാകുമ്പോൾ പ്രതീകാത്മകമായി സൃഷ്ടികർത്താവായ ദൈവം കടന്നു വരുന്ന ഏതൻ തോട്ടത്തെ കുറിച്ചുള്ള ചിത്രമാണ് ക്രൈസ്തവനെന്ന് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന വേദപുസ്തകത്തിന്റെ ആദ്യ നാളുകളെന്ന് നമ്മൾ ഓർത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നാം കാണുന്ന വെളിപാട് പുസ്തകത്തിലെ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒക്കെയും നാം ദർശിക്കേണ്ടത് അങ്ങനെയായിരിക്കണം. എല്ലാവരും സഹവസിക്കുന്ന, എല്ലാവരും ഒരുപോലെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, എല്ലാവരും അന്യോന്യം സഹകരിക്കുന്ന, എല്ലാവരും അന്യോന്യം സഹായമാകുന്ന ഒരു പുത്തൻ വ്യവസ്ഥിതിയാണ് ദൈവരാജ്യത്തെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് നോഹയുടെ പെട്ടകത്തിന്റെ പ്രതീകം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ചിത്രാവിഷ്കാരമാണ് നടക്കുന്നത്. എല്ലാ മൃഗങ്ങളിൽ നിന്നും, എല്ലാ ജാതികളിൽ നിന്നും, എല്ലാ വൃക്ഷങ്ങളിൽ നിന്നും ഇതാ ഒരു സമൂഹത്തെ ചേർത്തുകൊണ്ടാണ് നോഹയുടെ പെട്ടകത്തിന്റെ കഥ വേദപുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും അറിയുന്ന സഭയുടെ മക്കള്, ഈ ലോകത്തിൽ ജീവിക്കുന്നവര് പാരിസ്ഥിതിക ബോധത്തിൽ നിന്നും, പാരിസ്ഥിതിക ധർമ്മങ്ങളിൽ നിന്നും, പാരിസ്ഥിതിക പരിപാടികളിൽ നിന്നും മാറി നിൽക്കുവാൻ അവകാശമില്ല. അടുക്കളയിലായാലും അകത്തളങ്ങളിലാണെങ്കിലും അൾത്താരയിലാണെങ്കിലും പാരിസ്ഥിതിക ബോധം ജീവിതത്തിന്റെ ഭാഗമാകണം. ഇന്ന് മധ്യകേരള മഹായിടവക പ്രസ്ഥാനം സജീവൻ ആരംഭിച്ചിട്ടുണ്ട്. മഹായിടവക പ്രസ്ഥാനത്തിന്റെ ഏത് പ്രവർത്തനങ്ങൾ നടന്നാലും അവിടെ കഴിക്കുന്ന ഭക്ഷണം പ്രകൃതിക്കിണങ്ങിയതായിരിക്കണമെന്ന് നിഷ്കർഷിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് ആരംഭിച്ചതായ പ്രീ യൂത്ത് അസംബ്ലിയിൽ നൽകിയതായ ഭക്ഷണം വളരെ വ്യക്തമായിട്ട് അത് ദർശിച്ചിരുന്നു. എപ്പോഴും ആവർത്തിച്ചു പറയുവാനുള്ള സംഘടനകളും സംഘടനാ പ്രവർത്തനങ്ങളും ജനങ്ങളും കൂടുന്ന ഇടങ്ങള് ഈ ബോധമുള്ളവരാകണം. ഒരിക്കലും അവശിഷ്ടങ്ങൾ, ഉച്ഛിഷ്ടങ്ങള് വർദ്ധിപ്പിക്കുകയല്ല, മറിച്ച് അത് ഏറ്റവും ഗുണകരമാക്കി തീർക്കുവാനുള്ള പദ്ധതിയെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഇവിടെ പെയ്യുന്ന മഴവെള്ളം ഒട്ടൊരു തുള്ളി പോലും പുറത്തു പോകാതെ ഈ ഭൂമിയിൽ താഴുന്നതാണ്. ഇവിടെ താമസിക്കുന്ന 100 പേരുടെയും വിസർജനം ഈ അടുക്കളയിലെ പാചകത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസായി മാറുകയാണ്. ഇവിടെ വസിക്കുന്ന ആളുകൾക്ക് വെളിച്ചം നൽകുന്നത് ഇവിടുത്തെ സൂര്യതാപത്തിൽ നിന്നാണ്. എന്തെല്ലാം മനോഹരമായിട്ടുള്ള പ്രതിവിപ്ലവങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന് ഈ മഹായിടവക ഇതിലൂടെ നൽകുന്നത്. ഇതിലെല്ലാം കാരണഭൂതമായ വാക്കുകളൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 200 വർഷം മുമ്പ് ഈ കൊച്ചു കേരളത്തെ അറിയാത്ത, ഈ കേരളത്തിന്റെ ഭാഷ അറിയാത്ത, ഈ കേരളത്തിന്റെ സ്വഭാവം അറിയാത്ത ഒരു കൂട്ടം ആളുകൾ ഇവിടെ വസിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇംഗ്ലണ്ടിന്റെ കപ്പൽ തീരത്ത് നിന്ന്, കടൽ തീരത്ത് നിന്ന് കപ്പൽ കയറി
480 ദിവസം കപ്പൽ യാത്ര ചെയ്ത് വന്ന റവറൻ തോമസ് നോട്ടനും കുടുംബവുമാണ് CMS മിഷണറി പ്രസ്ഥാനം ഈ കേരളക്കരയിൽ അതിന്റെ ദീപം നാട്ടിയത് തെളിഞ്ഞത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അവർ നാട്ടിയതായ തെളിമയുള്ള ആ ദീപത്തിന്റെ ദീപ്തമാണ് ഇന്ന് കേരളത്തിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഒരുപക്ഷെ നിങ്ങൾക്കറിയാത്തൊരു കാര്യം പറയാം. സമുദ്രത്തിന് താഴെയുള്ള കായല് പറ്റിച്ച് വെള്ളം പറ്റിച്ച് കൃഷി ചെയ്യാമെന്ന് ഒരുപക്ഷെ മുരിക്കനപ്പുറമായിട്ട് ചിന്തിച്ചത് മിഷണറിമാരായിരുന്നു രേഖകൾ വെളിപ്പെടുത്തുന്നു. കിഴക്കൻ പ്രദേശത്തിലെ മലഞ്ചെരുവുകൾ തേയിലത്തോട്ടമാക്കാമെന്ന് ഉൾക്കാഴ്ച ഉണ്ടാക്കിയത് മിഷണറിമാരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. നാം ധരിക്കുന്ന പരിസ്ഥിതി വസ്ത്രം, കാക്കി വസ്ത്രം പോലും ബാസൽ മിഷന്റെ മിഷണറിമാരാണ് തുന്നിക്കൂട്ടി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയത് എന്ന് മനസ്സിലാക്കണം. ക്രൈസ്തവ മിഷണറിമാര് ഈ മണ്ണിൽ നൽകിയതായ ശുശ്രൂഷയുടെ പരിണിത ഫലമാണ് ഈ മഹായിടവക മധ്യ തിരുവിതാംകൂർ മധ്യ കേരള മഹായിടവകയായിട്ട് ഇന്നും പരിലസിക്കുന്നത്. അതിന് ഈ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആദരവ്, ഈ ജനങ്ങളിൽ ലഭിക്കുന്ന പ്രോത്സാഹനം, ജനപ്രതിനിധികളിൽ ലഭിക്കുന്ന ആവേശം, അവരുടെ സഹകരണം. ഉമ്മൻചാണ്ടി സാർ എന്നോട് പറഞ്ഞു, തിരുമേനി ഒരു സമയവും ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഓതറ വന്നേനെ. എനിക്ക് അതിഥിയാണോ മുഖ്യ അതിഥിയാണോ ഒന്നുമല്ല, ഞാൻ ആ പ്രസ്ഥാനത്തെ കുറിച്ച് അറിഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും എന്റെ സമയം ഒട്ടും അനുവദിക്കാത്തത് കൊണ്ടാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഞങ്ങൾ ഒരു സ്റ്റേജിൽ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നാടിന്റെ ഏറ്റവും ജീവനും ജീവാത്മാവുമായിരിക്കുന്ന ഒരു മിഷണറി പ്രവർത്തനത്തിന്റെ പാരമ്പര്യം പേറുന്ന ഒരു ജനതയാണ്. അത് CSIക്കാർ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ നിന്ന് ലോകത്തെമ്പാടുമായിരിക്കുന്ന ഇംഗ്ലീഷ് കൂട്ടിപ്പറയുന്ന ആൽഫബറ്റ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഇംഗ്ലീഷ് പറയുന്നവർ മനസ്സിലാക്കണം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഓതിത്തന്നത് പഠിപ്പിച്ചത് മിഷണറിമാരാണ്. അത് കുടിലു മുതൽ കൊട്ടാരം വരെ, സാധു തിരുനാളിന്റെ കൊട്ടാരം വരെ, അങ്ങ് തിരുവനന്തപുരത്തുള്ള കൊട്ടാരത്തിൽ ഇരിക്കുന്ന തമ്പ്രാട്ടി വരെ ഈ വിദ്യാഭ്യാസം ചെയ്തത് മിഷണറിമാരുടെ സമ്പാദ്യമാണ്. അങ്ങ് വാഴൂരുള്ള KR നാരായണൻ, അന്തരിച്ച KR നാരായണൻ ഇംഗ്ലീഷ് പഠിച്ചത് CMS മിഷണറിമാരുടെ അവർ നെഞ്ചോട് ചേർത്തപ്പോഴാണ്. അകവും പുറവും നോക്കിയാൽ, താഴെയും മുകളും നോക്കിയാൽ മിഷണറിമാർ ഭാഷ മാത്രമല്ല പഠിപ്പിച്ചത്, സംസ്കാരം പഠിപ്പിച്ചു, സാഹിത്യം പഠിപ്പിച്ചു, അച്ചടി പഠിപ്പിച്ചു, അച്ചടി വിദ്യ പഠിപ്പിച്ചു, മുദ്രാലയം പഠിച്ചു, പത്രം പ്രസ്താവിക്കുവാൻ പഠിപ്പിച്ചു. കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം ഈ മഹായുടെ സമ്പത്താണ്, ജ്ഞാനനിക്ഷേപം. ഇതെല്ലാം മിഷണറിമാർ നൽകിയതാണ്. അതുകൊണ്ട് ഓതറയിൽ സ്പിരിച്വാലിറ്റി സെന്റർ ആരംഭിക്കുമ്പോൾ CSIയിലെ 24 മഹായിടവകൾക്ക് മാത്രമല്ല, 45 ലക്ഷം ജനങ്ങൾക്ക് മാത്രമല്ല, ഈ രാജ്യത്ത് ഈ വലിയ ദർശനം, ഈ സന്ദേശം നൽകുവാനായിട്ടാണ്. ഈ സന്ദേശം മറ്റൊന്നുമല്ല, സ്നേഹമാണ് മതം, സ്നേഹമാണ് ഏറ്റവും വലിയ ദൈവം, സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ് യേശുക്രിസ്തു, സ്നേഹമാണ് ഇന്നും ഈ സഭയുടെ അടിസ്ഥാന പ്രമാണം. സ്നേഹമാണ് ഈ അടിസ്ഥാന പ്രമാണമായിരിക്കുന്ന സഭ സ്നേഹത്തിന്റെ സുവിശേഷമാണ് നൽകുന്നത്. പ്രകൃതിയെയും സ്നേഹിക്കണം, കൊത്താനിരിക്കുന്ന പാമ്പിനെയും സ്നേഹിക്കണം, മൃഗങ്ങളെയും സ്നേഹിക്കണം, നിശബ്ദരായി നിൽക്കുന്ന ഈ വെള്ളിലതാദികളെ, ഈ വൃക്ഷലതാദികളെ സ്നേഹിക്കണം, ഈ ഭൂമിയിലുള്ള സൂക്ഷ്മജീവികളായ ഉറുമ്പിനെ സ്നേഹിക്കണം, ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും സ്നേഹിക്കണം, മനുഷ്യൻ അന്യോന്യം സ്നേഹിക്കണം. എന്താണ് ഈ പരിസ്ഥിതി സൗഹൃദ കേന്ദ്രം? പരിസ്ഥിതിയെ നോക്കിയിരുന്നാൽ ഒരു കാടനും കാട്ടാളനാകുകയില്ല. അത് വാൽമീകി രാമായണത്തിന്റെ ഉൽപ്പത്തി പഠിച്ചാൽ അറിയാം. വേടൻ അമ്പ ചെയ്ത് 2 കവിഞ്ച പക്ഷികൾ പിടഞ്ഞു മരിക്കുമ്പോൾ, മടിക്കാൻ വീഴുമ്പോൾ അത് കണ്ട് കരഞ്ഞതായ കാട്ടാളൻ രത്നാകരനാണ് വാൽമീകിയായി മാറിയത്. എന്തൊരു രൂപാന്തരമാണ്, എന്തൊരു രൂപാന്തരമാണ്! ഒരിക്കലും കാട്ടിൽ വസിച്ചതുകൊണ്ട് കാട്ടാളനാകണമെന്നില്ല. എന്നാൽ പ്രകൃതിയെയും പരിസ്ഥിതിയെയും ഈ ഭൂമിയിലുള്ളതിനെ സ്നേഹിക്കാൻ പഠിച്ചാൽ നമുക്ക് പലതൊക്കെ കൈമോശം വന്നു. ഞാൻ പലപ്പോഴൊക്കെ ചിന്തിക്കും, മുലകൂട്ടുന്ന അമ്മമാരില്ലാത്തത് കൊണ്ട് അതിന്റെ സൗന്ദര്യം അറിയാൻ വയ്യാത്തതായ തലമുറ വളരുന്നു. 21 ദിവസം അടവച്ചിറങ്ങുന്ന കോഴിക്കുഞ്ഞിനെ കൊത്തിക്കൊണ്ട് തീറ്റയിടുന്ന തള്ളപ്പക്ഷിയുടെ സ്നേഹത്തിന്റെ കരുതൽ കാണാൻ കഴിവില്ലാതെ പോയ ഒരു തലമുറ വളരുന്നു. പെറ്റ വീഴുമ്പോൾ കുഞ്ഞിനെ മാറോട് ചേർത്തുകൊണ്ട് അതിനെ നക്കി തുടച്ച് വൃത്തിയാക്കി മണിക്കൂറുകൾക്കൊക്കെ എഴുന്നേറ്റ് നിന്ന് അതിന്റെ മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയോ ക്ടാവിൻകുട്ടിയോ എരുമക്കുട്ടിയോ കാണാൻ വയ്യാത്ത, കണ്ടിട്ടില്ലാത്ത ഒരു തലമുറ വളരുന്നു. എങ്ങനെ സ്നേഹിക്കും? സ്നേഹം ഇനിയും പായ്ക്കറ്റിൽ കിട്ടത്തില്ല. സ്നേഹം ഇനിയും
വലിയ വലിയ സൗദങ്ങളിൽ ലഭിക്കില്ല. സ്നേഹം സൃഷ്ടിയുടെ മറുവശമാണ്. സ്നേഹം സൃഷ്ടിയാണ്. അതുകൊണ്ട് സ്നേഹിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഓതറയുള്ള ഈ കേന്ദ്രം ഒരു സ്നേഹത്തിൻ്റെ ഇടമാകണം, ഒരു സ്നേഹത്തിൻ്റെ സന്ദർഭമാകണം. മധ്യകേരള മഹായിടവക ഇതിൻ്റെ 200 വർഷം അടുത്ത വർഷം നവംബർ മാസം സമാപന സമ്മേളനമാണ്. ഈ സമാപന സമ്മേളനത്തിന് അടുക്കുന്നതിന് മുമ്പ് ഒട്ടനവധി പരിപാടികൾ പൂർത്തീകരിക്കണം. നാം ആരംഭിച്ച പല പരിപാടികളും മുന്നേറുകയാണ്. ബധിരർക്കും അന്ധർക്കും ബലഹീനർക്കും ഈ മഹായിടവക 100 കോടി ചെലവഴിക്കുമ്പോൾ അതിൻ്റെ ബഹുഭൂരിപക്ഷവും സമൂഹത്തിലെ ബലഹീന പക്ഷത്തിനാണ്. കച്ചവട ഉദ്ദേശത്തോടുകൂടി ഞങ്ങളൊന്നും സ്ഥാപിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്ഥാപനങ്ങളൊന്നും തന്നെ കച്ചവട ഉദ്ദേശത്തിനല്ല എന്ന് തൻ്റെ ഇടത്തോടെ പറയുവാൻ ബിഷപ്പ് എന്ന നിലയിൽ എനിക്ക് കഴിയും. തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെയും സമൂഹത്തിൻ്റെ ആപ്പാതലുകളായി മാറാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ദൈവരാജ്യത്തിൻ്റെ പ്രകാശകരാണ്, ദൈവരാജ്യത്തിൻ്റെ പ്രവാചകന്മാരാണ്. ആ പ്രവചനം സ്നേഹത്തിൻ്റെ പ്രവചനമാണ്. അതിന് ഈ സന്ദർഭങ്ങൾ ഇടയാകട്ടെ. പ്രത്യേകിച്ച് ഞാൻ ചിലരെയൊക്കെ ഓർക്കുന്നത്, ഇതിൻ്റെ സ്ഥാപക പ്രവർത്തകർ, ഇതിൻ്റെ ആരംഭ പ്രവർത്തകർ, ഇത് ഡ്രോ ചെയ്തവർ, ഇത് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയവർ, ഇതിൻ്റെ കോസ്റ്റ് ബോർഡിൻ്റെ പ്രവർത്തകർ, ഇവിടെ പണി ചെയ്തവർ, ഇവിടെ പ്രവർത്തിച്ച റോയ് സാറ്, രാത്രിയും പകലും ഡോക്ടർ മിസ്റ്റർ എമന്തോം സാറ്, പ്രൊഫസർ എമന്തോം സാറിനെയാണ് ഞാൻ ഈ പണിയേൽപ്പിച്ചത്. സാർ ഇപ്പം ഈ ചുമതലയേക്കണം. ഇത് വളരെ ദുഷ്കരമാണ്. എനിക്ക് സാറിലുള്ള വിശ്വാസമാണ് കഴിഞ്ഞ 40 വർഷത്തെ. അതുകൊണ്ട് സാർ ഈ ചുമതലയേക്കണം നിർബന്ധിച്ചേൽപ്പിച്ചതാണ്. ഒരു വള്ളി വരയ്ക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഇത് പൂർത്തീകരിക്കാൻ സാറിനും റോയ് സാറിനും ഇടയായി എന്നുള്ളത് അഭിമാനത്തോടെ പറയാം. ഇവിടെ പണിതാളുകൾ തീർച്ചയായിട്ടും അഭിമാനത്തോട് പറയാം. എക്കോ സ്പിരിച്വാലിറ്റി സെന്ററിനൊരു ഡയറക്ടർ ഉണ്ടാകുന്നതിന് ഞാൻ നിയമിച്ചു, മാത്തിക്കോശി പുന്നക്കാട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, കാലാകാലങ്ങളിലുള്ള ഇടപെടൽ. പ്രൊഫസർ ജോർജ് ജേക്കബ് സാറിനെ ഓർക്കുന്നു. ഇതിൻ്റെ പ്ലാനുകളുടെ ആദ്യഘട്ടങ്ങളിൽ പഞ്ചായത്തിൽ പോയി ഇതിൻ്റെ അനുവാദത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ മുംബൈയിലായിരുന്നു. ഞാൻ ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടി, നിലവിളക്ക് കൊടുത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മറ്റൊന്നുമല്ല, ചുവന്ന തെരുവിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സങ്കേതമാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തത്. 20 യുവതികളും ഏതാണ്ട് തള്ളമാരും 9 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ ഒരു സംഘമാണ്. നിറമിഴികളോടുകൂടിയാണ്, ഹൃദയത്തിൻ്റെ തുടിപ്പോടുകൂടിയാണ് ഞാൻ ആ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഈ മഹായിടവക ഇവിടെ മാത്രമല്ല, ഇത് ലോകത്തിൻ്റെ അപ്പുറത്തേക്ക് പോകും. ദൈവം അനുവദിച്ചാൽ ഒരു അന്തർദേശീയ സുവിശേഷ വയൽ കൂടി വരുന്ന വർഷം ഉദ്ഘാടനം ചെയ്യും. ദൈവം അതിനായിട്ടിടയാക്കട്ടെ. പ്രാർത്ഥിക്കുക, നമുക്ക് ഒരുമിച്ച് പ്രയാണം ചെയ്യാം. സുന്ദരമായ ഈ 3.5 ഏക്കർ ഭൂമി സഭയ്ക്ക് ദാനമായി നൽകിയ പുണ്യാത്മാവിൻ്റെ പ്രിയപുത്രൻ ഡോക്ടർ PM തോമസിനെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തതായി ക്രമീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സദസ്സിന് പരിചയപ്പെടുത്തുന്നതിനും അതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നതിനും മധ്യകേരള മഹായിടവക പരിസ്ഥിതി കൺവീനർ റെവറൻഡ് ജിജി ജോസഫ് അച്ഛനെ ക്ഷണിക്കും. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സ്നേഹവും ബഹുമാനമുള്ള അഭിനയ തോമസ് കെ തിരുമേനി, മുഖ്യ അതിഥി ശ്രീ CR. 200 വർഷങ്ങൾക്ക് മുമ്പ് മിഷണറിമാർ ആരംഭിച്ച പ്രേക്ഷിത പ്രവർത്തനം ആത്മാക്കളുടെ രക്ഷ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നില്ല, മനുഷ്യൻ്റെ മുഴുവൻ ആളത്വത്തെയും ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു. അതിൻ്റെ പിന്തുടർച്ചക്കാരായ മധ്യകേരള മഹായിടവക ഈ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും പിന്നോക്കം പോയില്ല എന്നതിൻ്റെ തെളിവാണ് സഭയുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ. കേരളത്തിലെ സഭകൾക്ക് ദൗത്യ മുൻഗണന നിർണ്ണയിക്കുന്നതിൽ നേതൃത്വം നൽകുന്നതിൽ CSI മധ്യകേരള മഹായിടവക എന്നും മുന്നിൽ തന്നെയാണ്. പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും എന്നും മധ്യകേരള മഹായിടവക വളരെ മുന്നിലാണ് എന്നത് സന്തോഷത്തോടെ ഓർക്കുന്നു. ദിശദാപ്തി പദ്ധതികളുടെ ഭാഗമായി പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയുണ്ടായി. 1000 ബയോഗ്യാസ് പ്ലാന്റുകൾ
നമ്മുടെ പാസ്റ്റേജുകളിലും മിഷൻ വീടുകളിലും സഭാംഗങ്ങൾ സ്ഥാപനങ്ങളിലും വെക്കുവാനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഊർജ ലഭ്യത്തിനായി സോളാർ വൈദ്യുതി പദ്ധതി ഇതിനകം തന്നെ മഹായിടവക ആസ്ഥാനവും ബിഷപ്പ് ഹൗസും സോളാർ പദ്ധതിയുടെ കീഴിൽ, അതുപോലെ സിമസ് പ്രസ്സും ഒക്കെ ആയിക്കഴിഞ്ഞു. മഴക്കുഴികൾ, ഇങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്നു. മധ്യകേരള മഹായിടവക പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഒരു കേന്ദ്ര ആസ്ഥാനം ഇന്ന് ഏതൻ എക്കോ സ്പിരിച്വാലിറ്റി സെന്റർ ഇവിടെ തുറക്കുക ഈ രംഗത്ത് സഭയുടെ സാക്ഷ്യവും സാന്നിധ്യവും വിളിച്ചറിയിക്കുന്ന ഒന്നാണ് എന്നത് ഓർക്കുന്നു. ബഹുമാനപ്പെട്ട PG മാത്യു സാറിന്റെ ജീവിതത്തിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ ധന്യ മുഹൂർത്തത്തിൽ PG മാത്യു സാറിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികളും മഹായിടവകയുടെ സ്നേഹവും അർപ്പിക്കട്ടെ. ഉള്ളതെല്ലാം കൂട്ടിവെക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഈ കാലത്ത് തനിക്കുള്ളത് ദാനം ചെയ്ത ആ വലിയ മനുഷ്യന്റെ സേവനം ഏറ്റവും വിലമതിക്കത്തക്കതാണ്. നമ്മുടെ സഭയ്ക്ക് മാത്രമല്ല, പല മതങ്ങൾക്കും സഭകൾക്കും ബഹുമാനപ്പെട്ട PG മാത്യു സാറിന്റെ സഹായം ലഭിക്കുകയുണ്ടായി. ഈ പ്രദേശത്ത് കാണുന്ന വിവിധ പ്രസ്ഥാനങ്ങൾ ആ അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുന്നതാണ് എന്ന് ഇന്ന് ഓർക്കുന്നു. ആ കുടുംബത്തോടുള്ള മഹായിടവകയുടെ സ്നേഹവും കടപ്പാടും വലുതാണ്. ആ കുടുംബത്തെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട PG മാത്യു സാറിന്റെ മകൻ ഡോക്ടർ PM തോമസ് സാറും ഡോക്ടർ എലിസബത്ത് തോമസും കുടുംബാംഗങ്ങളും ഇന്ന് നമ്മോട് കൂടെയുണ്ട്. വൈദ്യരംഗത്ത് വിവിധ മെഡിക്കൽ കോളേജുകളിൽ പ്രശസ്തമായ സേവനമനുഷ്ഠിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന ബഹുമാനമുള്ള ഡോക്ടർ PM തോമസ് സാറിനെയും ഡോക്ടർ എലിസബത്ത് തോമസിനെയും കുടുംബത്തെയും വളരെ സ്നേഹ ആദരവുകളോട് സ്വാഗതം ചെയ്യുകയും സഭയുടെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. മധ്യകേരള മഹായിടവയുടെ സ്നേഹത്തിന്റെയും നന്ദിയുടെയും സൂചകമായി ഇപ്പോൾ CSA ഡെപ്യൂട്ടി മോഡറേറ്ററും മധ്യകേരള മഹായിടവയുടെ ബിഷപ്പുമായിരിക്കുന്ന റൈറ്റ് റവറൻഡ് തോമസ് കെ ഉമ്മൻ തിരുമേനി PM തോമസ് സാറിന് പൊന്നാട അണിയിച്ച് സഭയുടെ ആദരവ് അണിയിക്കുന്നതാണ്. ഏവർക്കും ബഹുമാന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സഭയുടെ പരിസ്ഥിതി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. 2 കോടിയിൽ പരം രൂപ ചെലവാക്കി നിർമ്മാണം പൂർത്തിയാക്കിയ ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളുടെ കൂതാശയമാണ് ഇന്ന് നിർവഹിക്കപ്പെടുന്നത്. ന്യൂയോർക്ക് സീഫോർഡ് മലയാളം ചർച്ച് ഈ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നുണ്ട്. മനുഷ്യനിൽ രൂപപ്പെടേണ്ട ആത്മീയത അവൻ ജീവിക്കുന്ന ഭൂമിയെയും അവന്റെ ചുറ്റുപാടുകളെയും മറന്നുകൊണ്ടുള്ളതായിരിക്കാൻ പാടില്ല. ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി സംരക്ഷണം ഒരു കടമയായി സഭ കാണുന്നു. വിപണിയുടെ സ്വാധീനം ഉപഭോഗ സംസ്കാരത്തെ നയിക്കുമ്പോൾ വരും തലമുറയ്ക്ക് വേണ്ടി പ്രകൃതി വിഭവങ്ങളെ കരുതലോടെ മിതത്വം പാലിച്ച് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. ഈ ഒരു കാഴ്ചപ്പാടാണ് അഭിമന്യ തോമസ് കെ ഉമ്മൻ തിരുമേനിയെ ഇത്തരം ഒരു സെന്റർ നിർമ്മിക്കുന്നതിനും അത് വളരെ പ്രയോജനമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനും ഇടയാക്കാൻ പ്രേരിപ്പിച്ചത്. 2014 ഓഗസ്റ്റ് 18 ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിട്ടത്. ഇവിടെ ഉണ്ടായിരുന്ന 2 ഹാളുകളും പഴയ ഹോസ്റ്റലും നവീകരിച്ചാണ് ഇന്ന് നാം കാണുന്ന രീതിയിൽ ഇതിനെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂർ ആസ്ഥാനമാക്കിയ കോസ്ഫോർഡ് എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തകരാണ് ഈ സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർവഹിച്ചത്. കാറ്റാടിമരം, മുള, തെങ്ങ്, ചിരട്ട, പഴയ ഓട് എന്നീ അസംസ്കൃത പദാർത്ഥങ്ങളും ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളിൽ പ്രാവീണ്യം ലഭിച്ച തൊഴിലാളികൾ വളരെ ചാരുതയോടെയാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നത്. 100 പേർക്ക് താമസിച്ച സമ്മേളനങ്ങളിലും മറ്റും പങ്കെടുക്കാൻ സൗകര്യപ്രദമായ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ക്ഷണിക്കുന്നു.
പകർന്നു നൽകുന്നത്. ഇന്ന് മനുഷ്യന്റെ അനിയന്ത്രിതമായ ആ ദ്വരമൂലം പ്രകൃതി ഇന്ന് വല്ലാതെ ചൂഷണം ചെയ്യപ്പെടുകയാണ്. നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കുന്നവരെ അതിൻ്റെതായ അർത്ഥത്തിൽ കാത്തു പരിപാലിക്കാനും ഇന്ന് നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ല. ഇത് സംബന്ധമായി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും മറ്റ് വികസിത രാജ്യങ്ങളിലാണെങ്കിലും എല്ലാം വികസനങ്ങൾ നടക്കുമ്പോൾ, ഫാക്ടറികൾ ഉയരുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന കാർബൺ ഡയോക്സൈഡ് അത് അനിയന്ത്രിതമായി വിക്ഷേപിക്കാൻ ആർക്കും അവർക്ക് അവസരമില്ല. അങ്ങനെ നിക്ഷേപിക്കുന്നവർ അത് ആഗിരണം ചെയ്യുന്ന ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് നൽകുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നവർക്ക് അതിൻ്റെ കോമ്പൻസേഷൻ നൽകണം. അത്തരത്തിലുള്ളൊരു കോമ്പൻസേഷൻ സിസ്റ്റം വികസിത രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു. അതുപോലെ ഒരു കമ്മോഡിറ്റി എക്സ്ചേഞ്ച് പോലെ ഒരു വിപണി, കാർബൺ വിനിമയ വിപണന വിപണി ഇന്ത്യയിൽ ആരംഭിക്കണമെന്നും അതിലൂടെ വനങ്ങൾ സംരക്ഷിക്കുന്നവർ, മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നവർ, പ്രകൃതിയെ കാത്തു പരിപാലിക്കുന്നവർ അവർക്കുള്ള കോമ്പൻസേഷൻ അവർക്ക് ലഭ്യമാകുമ്പോൾ ഒരു മരം നട്ടുപിടിപ്പിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നത് ഒരു ചില്ലി നാണയമാണെങ്കിലും അത് അവൻ്റെ മനസ്സിലേക്ക് പകർന്നു നൽകുന്ന വലിയൊരു കാഴ്ചപ്പാട്, പ്രകൃതിയെ കാത്തു പരിപാലിക്കേണ്ടതിനെക്കുറിച്ച്, പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാട് അവൻ്റെ മനസ്സിലേക്ക് പകർന്നു നൽകും. അത്തരത്തിലുള്ളൊരു കാർബൺ വിനിമയ വിപണി ഇന്ത്യയിൽ ആരംഭിക്കണമെന്ന്, നിയമം അതിനുവേണ്ടി കൊണ്ടുവരണമെന്ന് പാർലമെന്റിൽ പറയാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഈ മനോഹരമായ ഒരു കൺസെപ്റ്റ് CSI സഭ ഉയർത്തിപ്പിടിക്കുമ്പോൾ അവരുടെ പിന്നിൽ നമ്മൾ ശിരസ്കരായി നിൽക്കുകയാണ്. CSI സഭയോട് കേരളം എക്കാലവും കടപ്പെട്ടിരിക്കുന്നു. കേരള സമൂഹത്തെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയത്, അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയത് CSI സഭയാണ്, മിഷണറിമാരാണ്. അതിൻ്റെ ബാക്കിപത്രമാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന എല്ലാ ഐശ്വര്യവും, എല്ലാ പുരോഗതിയും, ഇന്ന് കാണുന്ന എല്ലാ ഭദ്രതയും അതിൻ്റെ ബാക്കിപത്രമാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കെല്ലാം വളരെ അഭിമാനമുണ്ട്. അഭിമന്യ തിരുമേനിയോടുള്ള സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. ഞാൻ ഈ ചട്ടം ലംഘിച്ച് തിരുമേനിയുടെ അനുവാദം വാങ്ങിയാണ് അല്പം നേരത്തെ സംസാരിക്കുന്നത്. 4 മണിക്ക് വന്നിട്ട് 4:30 പോകാം എന്നൊരു പ്രതീക്ഷയിലാണ് ഞാനിവിടെ നിന്നത്. കുറേയേറെ പൊതുചടങ്ങുകളിൽ പങ്കെടുക്കാമെന്ന് നേരിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അല്പം നേരത്തെ പോകുന്നത്. ഉണ്ടായ അസൗകര്യം മുമ്പേ പ്രസംഗിക്കേണ്ട CR നീലകണ്ഠൻ ഇവിടെയുണ്ട്. അവർക്കെല്ലാം ഉണ്ടായ അസൗകര്യം പ്രത്യേകം ക്ഷമിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് കേരള സമൂഹത്തിൻ്റെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. പ്രൊഫസർ മാത്യു കോശി പുന്നയ്ക്കാട് പ്രശസ്തനായ ഈ പ്രകൃതി സ്നേഹിയെ പദ്ധതി അവതരണത്തിനായി ക്ഷണിക്കുന്നു. ഒരു പഠന കേന്ദ്രം, പരിസ്ഥിതി ആധ്യാത്മിക കേന്ദ്രം രൂപപ്പെട്ട് പല വിവിധ മോഡലുകൾ കാണിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയുണ്ടായി. അന്ന് സാധിച്ചില്ല. തിരുമേനി അച്ഛൻ ബിഷപ്പായപ്പോൾ ആദ്യം എന്നോട് വീണ്ടും ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി. തിരുമേനി തന്നെ പണം കണ്ടെത്തി ഒരു മോഡൽ ഇവിടെ രൂപം കൊടുത്തിരിക്കുകയാണ്. അത് അഭിമാനകരമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ ന്യൂഡൽഹിയിലെ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് വിവിധ കോഴ്സുകൾ ആരംഭിക്കാനായിട്ട് സൗത്ത് ഇന്ത്യയിലെ നോഡൽ ഏജൻസി ആയിട്ട് ഇതിനെ അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിവിധ പാരിസ്ഥിതിക കോഴ്സുകൾ ഇവിടെ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ പാരിസ്ഥിതിക മോഡലുകൾ ഇവിടെ ആരംഭിക്കുവാനും നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇത്തരം പദ്ധതികൾ ഒരു വിജയമായി തീർന്ന് ഒരു സകല വിദഗ്ധമായ എല്ലാ പാരിസ്ഥിതിക പുസ്തകങ്ങളുമുള്ള ലൈബ്രറി ഇവിടെ തുടങ്ങുന്നതോടുകൂടി പാരിസ്ഥിതിക പഠന കേന്ദ്രമായി ഇത് ഉയരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ സെന്ററിന് നിങ്ങളുടെ പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ സംസാരിക്കും. ശ്രീ CR നീലകണ്ഠൻ സാറാണ്. ആ കർത്തവ്യത്തിന് അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിക്കും. യോഗത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, CSI സഭ ഇത്തരമൊരു സെൻറ്റർ ഉണ്ടാക്കിയതിൽ എനിക്ക് ഒരത്ഭുതവുമില്ല. കാരണം സഭയുമായി കുറെ കാലമായി ബന്ധപ്പെട്ടു വരുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ ഒട്ടനവധി വിഷയങ്ങളിൽ സഭയുടെ പരിപാടികളിൽ, ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഏറ്റവും ഒടുവിൽ ഇവിടെ നേരത്തെ അധ്യക്ഷൻ ബിഷപ്പ് സൂചിപ്പിച്ചതുപോലെ
കേരളം മുഴുവൻ ഇളക്കിമറിച്ച ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ വിവാദം അല്ലെങ്കിൽ സംവാദം വന്നപ്പോൾ, സംവാദം വേണ്ടതാണ്, നടന്നത് വിവാദമാണ് എന്നത് ദുഃഖകരമാണ്. വന്ന കാലത്ത് മറ്റെല്ലായിടത്തു നിന്നും അതിശക്തമായ എതിർപ്പുകൾ വന്നിട്ടുണ്ട്. ഒരു സംശയവുമില്ലാതെ ഞങ്ങളൊക്കെ അങ്ങേയറ്റം മനസ്സിൻ്റെ അടിത്തട്ടിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യം ഗാഡ്ഗിൽ റിപ്പോർട്ടാണ് കേരളത്തിൻ്റെ പാരിസ്ഥിതിക, പ്രത്യേകിച്ചും പശ്ചിമഘട്ടത്തിന്, ഞാൻ പശ്ചിമഘട്ടം എന്ന് പറയില്ല, പശ്ചിമഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടില്ലെങ്കിലും അത് കേരളത്തിൻ്റെ പാരിസ്ഥിതിക ഘടനയ്ക്ക്, അത് കേരളം തീരപ്രദേശം മുതൽ മലനിരകൾ വരെയുള്ള പ്രദേശത്തെ നാളേക്ക് വേണ്ടി നിലനിർത്താൻ, അതിൻ്റെ സ്ഥിരതയ്ക്ക് ഇത്രയും പ്രാധാന്യമുള്ള ഒരു റിപ്പോർട്ട് ഒരു സംശയവുമില്ലാതെ അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെയാണ്. കാരണം അതിന് അദ്ദേഹത്തിന് ദൈവശാസ്ത്രപരമായും ശാസ്ത്രീയമായും സാമൂഹ്യ ശാസ്ത്രപരമായും ഒക്കെയുള്ള വിശദീകരണം കേട്ടപ്പോൾ വളരെ 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 സന്തോഷം തോന്നി. അതുകൊണ്ട് തീർച്ചയായും മഹത്തായ ഈ സ്ഥാപനം ഈ പ്രദേശത്തിന് മാത്രമല്ല കേരളത്തിന് തന്നെ ഒരു വലിയ എക്കോ സ്പിരിച്വാലിറ്റി സെന്ററായി വളരും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വവും നേതൃത്വവും അതിന് അതിശക്തമായി ഉണ്ടാകും. ഇന്ന് പാരിസ്ഥിതികമായ ചർച്ച നടക്കാത്ത ഒരിടവുമില്ല എന്ന് പറയാം. ലോകത്തിലെ എല്ലാ രാഷ്ട്രത്തലവന്മാരും ഏറ്റവും അധികം ഒന്നിക്കുന്നത് സാമ്പത്തിക വിഷയങ്ങളിലല്ല, പാരിസ്ഥിതിക വിഷയങ്ങളിലാണ് എന്ന് നമുക്കറിയാം. ലോകത്തിലെ എല്ലാ രാഷ്ട്രത്തലവന്മാർക്കും ഒരർത്ഥത്തിൽ വലിയ ആശങ്കയുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ 3-4 മാസമായി ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ബഹുമാന്യനായ മാർപ്പാപ്പ എഴുതിയ പുസ്തകമാണ്, അദ്ദേഹത്തിൻ്റെ ലേഖനം ലൗദാത്തോ സി. അത് ഒരുപക്ഷെ അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇത് 100 കോടി കത്തോലിക്കരോടല്ല 700 കോടി മനുഷ്യരോട് ഞാൻ സംവദിക്കുകയാണ് എന്ന്. ജാതി മത വിശ്വാസ അതുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ വലിയ ഭീഷണിയായി കൊണ്ടിരിക്കുന്നു ഇത് എന്ന്, പാരിസ്ഥിതിക വിനാശമെന്നും അതിൻ്റെ കാരണങ്ങൾ, അതെങ്ങനെ പരിഹരിക്കാമെന്നതിലേക്കുള്ള വഴികൾ, അതിനുവേണ്ടി ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും എടുക്കേണ്ട പ്രവർത്തനങ്ങൾ, ഇങ്ങനെ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വലിയ ചർച്ച ചെയ്യുന്ന ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ അദ്ദേഹം പോയപ്പോൾ ആ ലൗദാത്തോ സിക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പ് ലോകത്തുണ്ടായത് അമേരിക്കയിൽ നിന്നാണ് എന്ന് കൂടി കാണണം. കാലാവസ്ഥാ മാറ്റം എന്നത് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെട്ടിട്ടും ഇപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കുന്ന നമുക്കറിയാം കാലാവസ്ഥാ മാറ്റം എത്രയാണ്. നമുക്ക് തിരുവാതിര ഞാറ്റുവേലകളും മറ്റെല്ലാം കടന്നു പോകുമ്പോഴും ജലത്തിൻ്റെയും ഒക്കെ ചൂടിൻ്റെയും കാലാവസ്ഥയും ഒക്കെ നമുക്കറിയാം. അങ്ങനെയുള്ളൊരു ലോകത്ത് ഇപ്പോഴും അത് അംഗീകരിക്കാത്ത ചില ആളുകളുണ്ട് എന്ന് ഏറ്റവും ശക്തമായി പറയുന്നത് അമേരിക്കയിൽ അതുപോലെയുള്ള ഇടങ്ങളിൽ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. അപ്പൊ അത്രയ്ക്കും പ്രധാനമുള്ള ഒരു സംഗതിയാണ്. നമുക്ക് നമ്മുടെ കേരളത്തിലേക്കോ ഇന്ത്യയിലേക്കോ വന്നാൽ ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് കേരളം സർവസാക്ഷരമാണ് എന്നാണ്. നമുക്ക് വലിയ അറിവുകളുണ്ട്, രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്, നവോത്ഥാനത്തിന്റെ പിൻബലമുണ്ട്, ഇതൊക്കെയുണ്ട്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നവോത്ഥാനത്തിന്റെ അടിത്തറയായി പ്രവർത്തിച്ചത് മിഷണറിമാരാണ്. ഇതൊക്കെ നമുക്കറിയാം. അതൊക്കെ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇന്ന് കേരളത്തിന്റെ ഒരു അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. കേരള വികസന മാതൃക ഇങ്ങനെയാണോ? അതിൻ്റെ വളരെ പരിണിതനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ഡോക്ടർ തോമസ് ഐസക് ഞാനത് പറഞ്ഞുകൂടാ. പക്ഷേ കേരള വികസന മാതൃക ഇങ്ങനെയാണോ വികസിക്കേണ്ടത് എന്ന വലിയ ചോദ്യം കേരളത്തിന് മുമ്പിലുണ്ട്. ഇന്ന് ഇന്ത്യയിലെ രോഗാതുരത നോക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കണക്ക് വന്നിട്ടുണ്ട്. രോഗാതുരതയിൽ ഇന്ത്യൻ ശരാശരിയുടെ 250% അധികമാണ് കേരളത്തിലെ രോഗാതുരത എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരാൾ രോഗിയാവുമ്പോൾ കേരളത്തിൽ 2.5 ആൾ രോഗിയാവുന്നു എന്നർത്ഥം. മാത്രവുമല്ല നമുക്കതറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കേരളത്തിൽ എവിടെയും നിങ്ങൾ സഞ്ചരിക്കുക, അവിടെ ചായക്കടകളെക്കാൾ കൂടുതൽ മരുന്ന് കടകൾ ഉള്ള സ്ഥലങ്ങളാണ് കേരളത്തിലുള്ളത്. ആശുപത്രികൾ, ടെസ്റ്റിംഗ് സെന്ററുകൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി, സിനിമാ താരങ്ങളുടെ കണക്ക് പറയുന്ന പോലെ ഇപ്പം സിറ്റികളായി. ഇപ്പൊ കൊച്ചിയിൽ തന്നെ 3-4 മെഡി സിറ്റികൾ വന്നിരിക്കുന്നു. ഇനി അടുത്തത് എന്താ ഇതിന്റെ എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ ഇത്രയധികം ആരോഗ്യ രംഗത്ത് ഭക്ഷണത്തെക്കാൾ കൂടുതൽ, വസ്ത്രത്തെക്കാൾ കൂടുതൽ ആരോഗ്യരംഗത്ത് പണം മുടക്കുന്ന മറ്റൊരു സമൂഹമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് കേരളം ഇങ്ങനെ രോഗാതുരമായി? നമുക്ക് നമ്മുടെ ശരാശരി ആയുസിനെ കുറിച്ചൊക്കെ അഭിമാനം പറയുമ്പോൾ തീർച്ചയായും അതിൻ്റെ ചില ഫലങ്ങളുണ്ടാവും. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക്
കേരളത്തിൽ ഇന്ന് ക്യാൻസർ ഇൻസിഡന്റ് റേറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങൾ, ഒരുപക്ഷെ പഞ്ചാബും ആണ് ഒരല്പം കേരളവുമായി താരതമ്യം ഒരു മത്സരത്തിൽ നിൽക്കുന്നത്. ക്യാൻസർ ഇൻസിഡന്റ് റേറ്റ് കേരളത്തിലാണ് ഏറ്റവും കൂടുതലെന്ന് ഡോക്ടർ VP ഗംഗാധരനെ പോലെയുള്ള ആളുകൾ, ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകൾ പറയുമ്പോൾ നമ്മളത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ പ്രമേഹ രോഗികളുടെ എണ്ണം എടുത്താൽ ഇന്ന് ഒരു 25-30 വർഷം മുമ്പുള്ള പ്രമേഹ രോഗികളുടെയും ഇപ്പോഴുള്ള പ്രമേഹ രോഗികളുടെ എടുത്താൽ ആരൊരാൾ പറയുന്നത് 30 വയസ്സ് കഴിഞ്ഞാൽ 5-1 പ്രമേഹ രോഗിയാണ് എന്നാണ്. ഒരാൾ വീട്ടിൽ വന്നാൽ ചായ ഉണ്ടാക്കുമ്പോൾ ആദ്യം മധുരമിടണോ എന്ന് ചോദിക്കും. പ്രത്യേകിച്ച് തല നരച്ചിട്ടുണ്ടെങ്കിൽ സംശയമേ വേണ്ട, മധുരമിടണോ എന്ന് ചോദിക്കും. ക്യാൻസർ, പ്രമേഹം, കിഡ്നി, ഡയാലിസിസ് അടക്കമുള്ള നിരവധി തകരാറുകൾ, ഹാർട്ട് അറ്റാക്ക്, അതിൻ്റെ ഒരു വലിയ ഏറ്റവും ആധുനിക സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്ന വലിയ രോഗങ്ങൾ, വികസിത സമൂഹങ്ങളിൽ ഉണ്ടെന്ന് പറയുന്ന രോഗങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ഏറ്റവും പിന്നണിയുള്ള രാജ്യങ്ങളിലുള്ള ഡെങ്കിപ്പനിയും എലിപ്പനിയും ജപ്പാൻ ജ്വരവും ഡിഫ്തീരിയയും അടക്കമുള്ള ദാരിദ്ര്യത്തിന്റെ രോഗങ്ങളും സമ്പന്നതയുടെ രോഗങ്ങളും ഒരുപോലെയുള്ള വിചിത്രമായൊരു കേരള ആരോഗ്യ മാതൃകയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിനുള്ള കാരണം ഒരു സംശയവും വേണ്ട, ഒന്ന് നമ്മുടെ പാരിസ്ഥിതികമായ തകർച്ച തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ 15 രൂപയ്ക്ക് പച്ചവെള്ളം വാങ്ങി കുടിക്കുന്നതിന് ആർക്കും ഇതുവരെ ഒരു ടെൻഷനും തോന്നിയിട്ടില്ല. 25 വർഷം മുമ്പ് പച്ചവെള്ളം വിലയ്ക്ക് വാങ്ങി കുടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വല്ലാതെ അയാളെ അടിക്കുമായിരുന്നു. എനിക്ക് എന്നെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, പച്ചവെള്ളം കുപ്പിയിലാക്കി കുടിക്കുമെന്ന് പറഞ്ഞതിന് എനിക്കെതിരെ വലിയ ആരോപണം വന്നിട്ടുണ്ട്. നിങ്ങൾ പരിസ്ഥിതി തീവ്രവാദിയാണ്, കാരണം അതൊന്നും കേരളത്തിൽ വരില്ല. തിരുവാതിര ഞാറ്റുവേലയുണ്ട്, 3000 മില്ലിമീറ്റർ മഴയുണ്ട്. 3000 മില്ലിമീറ്റർ മഴ അതൊരല്പം കുറഞ്ഞു കൂടി വന്നാലും കേരളത്തിന്റെ 1 സ്ക്വയർ മീറ്റർ സ്ഥലത്ത് 3000 ലിറ്റർ വെള്ളം വീഴുന്നു എന്നാണ് കണക്ക്. 1 സ്ക്വയർ മീറ്ററിൽ 3000 ലിറ്റർ വെള്ളം വീഴുന്ന, അത് ഈ കെട്ടിടത്തിന്റെ മുകളിലും താഴെയും പശ്ചിമഘട്ടത്തിലും നമ്മൾ ശരാശരി എടുത്താൽ 3 മീറ്റർ ഉയരത്തിൽ വെള്ളം വീണിട്ടും നമുക്ക് കുടിക്കാൻ നല്ല വെള്ളം കിട്ടുന്നില്ല. തിരുവാതിര ഞാറ്റുവേലയിൽ കുട പിടിച്ച് പുറത്തു പോയി നമ്മളെ കുപ്പിയിൽ 15 രൂപയും 20 രൂപയും കൊടുത്ത് വെള്ളം വാങ്ങി കുടിക്കുന്നു. പെരിയാറിന്റെ തീരത്തും പമ്പയുടെ തീരത്തും ഭാരതപ്പുഴയുടെ തീരത്തും ചാലിയാറിന്റെ തീരത്തും എന്തു സംഭവിച്ചു എന്ന് ചോദിക്കാൻ നമുക്ക് നമ്മുടെ പ്രബുദ്ധത നമ്മളെ സമ്മതിക്കുന്നില്ല. അതുപക്ഷെ കേരളത്തിൽ അത് എന്നെ വെള്ളത്തിന്റെ രാഷ്ട്രീയം, വെള്ളത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം, വെള്ളത്തിന്റെ ജൈവശാസ്ത്രം പഠിപ്പിച്ചത് എഴുത്തും വായനയും അറിയാത്ത മൈലമ്മ എന്ന് പറയുന്ന ആദിവാസി സഹോദരിയാണ്. പ്ലാച്ചിമടയിൽ കൊക്കോകോള വെള്ളം കൊണ്ടുപോയപ്പോൾ മറ്റെല്ലാവരും പലരും അത് വലിയ വികസനമായിട്ടാണ് കണ്ടത്. കൊക്കോകോള വരുന്ന ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വികസനമായിട്ടാണ് കണ്ടത്. പക്ഷെ മൈലമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല, ഇൻവെസ്റ്റ്മെന്റും അറിയില്ല, വികസനവും അറിയില്ല. നമ്മുടെ വെള്ളം കുപ്പിയിലാക്കി നമുക്ക് വിൽക്കാൻ ഇവർക്കെന്ത് അവകാശം? ഞങ്ങളുടെ വെള്ളം മലിനമാക്കാൻ ഇവർക്കെന്ത് അവകാശം? വെള്ളത്തെക്കുറിച്ചുള്ള, മണ്ണിനെ കുറിച്ചുള്ള, ഭൂമിയെക്കുറിച്ചുള്ള നേരത്തെ ബിഷപ്പ് പറഞ്ഞ പോലുള്ള വലിയ, അതിന് സ്പിരിച്വാലിറ്റി എന്ന് പറയണോ, അതിനെ സയന്റിഫിക് എന്ന് പറയണോ, അതിനെ മെറ്റീരിയലിസ്റ്റിക് എന്ന് പറയണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ വലിയൊരു ബോധത്തിൽ നിന്ന് നമ്മുടെ വെള്ളം, നമ്മുടെ വായു, നമ്മുടെ മണ്ണ്, നമ്മുടെ വനം, നമ്മുടെ കടൽ, നമ്മുടെ കായൽ, നമ്മുടെ തീരം, നമ്മുടെ കണ്ടൽ എന്ന് പറയാൻ കഴിയുന്ന കോമൺസ് എന്നൊക്കെ ഭരണഘടനയിലും സുപ്രീം കോടതി വിധിയിലും ഒക്കെ ഉണ്ടത്. ഇതൊക്കെ നിയമപരമായി പോലും നിലനിൽക്കുന്ന കാര്യമാണ്. ഞാൻ സ്പിരിച്വാലിറ്റി ഒന്നും വേണ്ട. സുപ്രീം കോടതി വിധി അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കോമൺസ് ആണ്, എല്ലാം മനുഷ്യർക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ അതിന്റെ കച്ചവടം വളരെ തകൃതിയായി നടന്നിട്ടും നമുക്കതിനോട് പ്രതിരോധിക്കാൻ കഴിയാത്ത നിർജീവമായ അവസ്ഥയിൽ നമ്മൾ നിൽക്കുക, രോഗാതുരമാവുന്നു. ഇപ്പൊ ഭക്ഷണത്തെക്കുറിച്ച് ഞാനിനി ഒരു അക്ഷരം പറയണ്ട, എല്ലാവരും ഭക്ഷണത്തിന്റെ പിന്നാലെ പോകും. കഴിഞ്ഞ 20 കൊല്ലമായി കേരളത്തിന്റെ ഭക്ഷണം രോഗാതുരമാണെന്ന് വെറുതെ ആകാശത്തിൽ വിളിച്ചു പറഞ്ഞു കിടക്കുന്ന ഞങ്ങളൊക്കെ. ഇത് ഭക്ഷണം അപകടകരമാണ്. ഇപ്പോഴൊന്നും എന്തായതൊന്നുമല്ല ഈ ഭക്ഷണത്തിലെ കീടനാശിനി, രാസവസ്തുക്കൾ എത്ര കൊല്ലമായി കേരളത്തിൽ ഉണ്ടായിട്ട്. ഇപ്പോഴും തിരിച്ചറിഞ്ഞ് നല്ലത്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് ഇംഗ്ലീഷിൽ പറയും, നല്ലത്. പക്ഷേ അതുകൊണ്ടായ കാര്യമില്ല. നമ്മുടെ മണ്ണ് സംരക്ഷിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഭക്ഷണം സംരക്ഷിക്കാനാവില്ല. മണ്ണ് സംരക്ഷിക്കാതെ വെള്ളം സംരക്ഷിക്കാനാവില്ല. ഇവിടെയാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം വരുന്നത്. ഇന്റർ കണക്റ്റഡ്നെസ് ആൻഡ് ഇന്റർ റിലേഷൻ, പരസ്പര ബന്ധിതവും പരസ്പര ആശ്രിതവുമാണ് ജീവിതം. അത് നിങ്ങൾക്ക് സയൻസിൽ നിന്നെടുക്കാം, സ്പിരിച്വാലിറ്റിയിൽ നിന്നെടുക്കാം. നോഹയുടെ പെട്ടകത്തെ കുറിച്ച് പറഞ്ഞു. നോഹയുടെ പെട്ടകത്തിൽ എല്ലാ ജീവജാലങ്ങളെയും സസ്യങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന് ദൈവം തീരുമാനിച്ചതുകൊണ്ട് ജൈവ വൈവിധ്യം ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ പ്രകൃതിയുടെ ഏറ്റവും വലിയ തത്വം ജൈവ വൈവിധ്യമാണെന്നുള്ളതുകൊണ്ട് ജൈവ വൈവിധ്യം എനിക്ക് പക്ഷികളെ കാണാൻ, പൂക്കളെ കാണാൻ, ചെടികളെ കാണാൻ ഉള്ള സന്തോഷം കൊണ്ടല്ല ജൈവ വൈവിധ്യം. ശാസ്ത്രീയമായി തന്നെ
ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്ന ഏറ്റവും പ്രാഥമികമായ അറിവുണ്ട്. ആ അറിവുകളിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വരെ അറിയാം. കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ച് 6ാം ക്ലാസ്സിലെ കുട്ടി ഇവിടെ ക്ലാസ് എടുക്കും, ഒരു സംശയം എനിക്കില്ല, ഞാൻ കേട്ടിട്ടുണ്ട് 6ാം ക്ലാസ്സിൽ കുട്ടി വരെ കാലാവസ്ഥ മാറ്റത്തിൽ. പക്ഷേ ഇതൊക്കെ വെറും അറിവുകളായി നിൽക്കുകയും നമ്മുടെ ജ്ഞാനമായി ബോധ്യമായി ഇത് മാറാതിരിക്കുകയും നമ്മുടെ ജീവിത അവബോധം, നമ്മുടെ വികസന സങ്കല്പം മറുവശത്ത് ഇതിനെയൊക്കെ മറികടക്കുന്ന തരത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ വികസന സങ്കല്പവും നമ്മുടെ ടെക്നോളജി സംബന്ധിച്ച സങ്കല്പവും മാർക്കറ്റ് സംബന്ധിച്ച നമ്മുടെ സങ്കല്പവും നമ്മെ ആകെ തകിടം മറിക്കുന്നു. ഈ അറിവൊക്കെ നമുക്കുണ്ട്, അതാ പ്രശ്നം. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മാലിന്യത്തെ കുറിച്ചറിയാം, ഊർജ സ്രോതസ്സുകളെ കുറിച്ചറിയാം, മഴക്കുഴികളെ കുറിച്ചറിയാം. ആർക്കറിയാത്തത്? അറിയാത്ത ആരുമില്ല. പക്ഷേ ഇതൊക്കെ അറിവ് മാത്രമാണ്. ജീവിതാവബോധത്തിൽ ഒരിക്കലും ഇത് വരുന്നില്ല. കാരണം ഈ അറിവുകളെയൊക്കെ മറികടക്കുന്ന തരത്തിൽ വലിയ തോതിലുള്ള സംഗതി. ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. വികസനം എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന വളരെ 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 വിഷമം പിടിച്ചൊരു വാക്കാണ് വികസനം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. അവിടെ 5000 കോടി രൂപയുടെ മെട്രോ, 8000 കോടി രൂപയുടെ വേറൊരു ടെർമിനൽ, 4000 കോടി രൂപയുടെ സ്മാർട്ട് സിറ്റി, ഇതൊക്കെ വലിയ വികസനമാണ് എന്നൊരു നേതാവ് പ്രസംഗിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വികസനത്തെ തിരിച്ചു വായിച്ചത് അങ്ങനെയാണ്. ഇദ്ദേഹം പ്രസംഗിച്ചു, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ജയിച്ചാൽ ഇതൊക്കെ വരും, മറ്റുള്ളവർ ജയിച്ചാൽ അത് വരില്ല. ഒരു സഹോദരി, അവർ പാവപ്പെട്ട സ്ത്രീയാണ്, അവർ പറഞ്ഞു നിങ്ങൾ ജയിച്ചാൽ അതൊക്കെ വരുമായിരിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സാർ ഒന്ന് മാറിയുന്നേ, സാറിന്റെ പിന്നിൽ ഒരു ടാപ്പ് ഉണ്ട്. സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 5 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ് വരുന്ന കാര്യമല്ലേ? സാറിന്റെ ടാപ്പിൽ 3 ദിവസമായിട്ട് വെള്ളം വന്നിട്ടില്ല, അത് എപ്പോൾ വരുന്നു സാറിന് പറയാൻ പറ്റും? കാരണം എൻ്റെ കുട്ടിക്ക് വെള്ളം ഒന്നും കൊടുത്തിട്ടില്ല 3 ദിവസമായിട്ട്, വെള്ളമില്ല കുടിക്കാൻ. കൊച്ചി പോലൊരു നഗരത്തിൽ വെള്ളമാണോ പ്രധാനമെന്ന് ചോദിച്ചാൽ വെള്ളമില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സ്മാർട്ട് സിറ്റി ഇരിക്കട്ടെ എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ വികസന സങ്കല്പങ്ങൾ മാറിയിരിക്കുന്നു. ആ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയോ മെട്രോയ്ക്ക് വേണ്ടിയോ വേറെ എന്തിനെങ്കിലും വേണ്ടിയോ അല്ലെങ്കിൽ ടെർമിനലിന് വേണ്ടിയോ കായൽ നികത്തുന്നതിനോ പാടം നികത്തുന്നതിനോ ഒക്കെ വികസനമായി കാണുകയും അങ്ങനെ 1 ഏക്കർ പാടം നികത്തുമ്പോൾ 5 കോടി ലിറ്റർ വെള്ളം ഭൂമിക്ക് ഇല്ലാതാവുന്നു എന്ന തിരിച്ചറിവ് നമുക്ക് ഇല്ലാതാവുകയും ചെയ്യും. അവിടെയാണ് പ്രശ്നം. അത് ചെറിയ പ്രശ്നമല്ല. നമ്മുടെ വികസന സങ്കല്പം, വികസനം എന്നാൽ വികസിത രാജ്യങ്ങളെ പോലെ വികസ്വര രാജ്യങ്ങളെ ആക്കലാണ്. ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് എന്ന സങ്കല്പം എത്രത്തോളം കാലം നാം കൊണ്ടു നടക്കുന്നുവോ അത്രത്തോളം നാം അബദ്ധത്തിലാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു ഡെവലപ്ഡ് രാജ്യമായ അമേരിക്ക പോലെ ഡെവലപ്പിംഗ് രാജ്യമായ ഇന്ത്യ, വികസ്വര രാജ്യമായ ഇന്ത്യ മാറുമെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കാരന്റെ ശരാശരി 100 മടങ്ങിൽ കൂടുതൽ ഊർജം ഉപയോഗിക്കുന്ന അമേരിക്കക്കാരനായി മുഴുവൻ ഇന്ത്യക്കാരും മാറിയാൽ ലോകത്ത് എത്ര ദിവസത്തേക്ക് ലോകമുണ്ടാവും എന്ന ചോദ്യം, ഈ വായു ഉണ്ടാവും എന്ന ചോദ്യം, ഓക്സിജൻ ഉണ്ടാവും എന്ന ചോദ്യം, ഇരുമ്പുണ്ടാവും എന്ന ചോദ്യം, പെട്രോൾ ഉണ്ടാവും എന്ന ചോദ്യം സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ പറയും അടുത്ത 10 വർഷത്തിനകം നമ്മൾ വികസ്വര രാജ്യമാകുമെന്ന്. ഇത്രയും വലിയൊരു മണ്ടത്തരം നമുക്ക് പറയാനില്ല. വികസിത രാജ്യമാകുമെന്ന്. ഇന്ത്യ വികസിത രാജ്യമാകേണ്ടത് ഇന്നത്തെ ഒരു വികസിത രാജ്യത്തിന്റെ നിലയിലേക്കാണോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കുന്നതേ ഇല്ല. എന്താ നമ്മുടെ വികസനത്തിന്റെ ലക്ഷ്യം? പറയുന്നില്ല. മറിച്ച് അവിടെ കെട്ടിടമുണ്ട്, അവിടെ വലിയ പാലമുണ്ട്, അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ മാളുണ്ട്, ഒക്കെ ഉണ്ടാവും. അതുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇവിടെ അത് സാധ്യമാണോ, എന്ത് തരത്തിലുള്ള ഇവിടെ കെട്ടിട നിർമ്മാണം ഏത് തരത്തിലാണ്. ഇപ്പൊ കേരളത്തിൽ പാറമടകൾ സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ നടക്കുന്നു. കേരളത്തിൽ വീട് വെക്കാൻ പാറമടകൾ വേണം, മറ്റു വികസന പ്രവർത്തനങ്ങൾക്ക് വേണം. ഞാൻ ഒരു പാറമടയ്ക്ക് എതിരല്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. കേരളത്തിൽ ഇനി എത്ര വീട് വെക്കേണ്ടതുണ്ട് എന്ന ആലോചനയുണ്ട്. കേരളത്തിൽ എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ, ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിന് കണക്ക് കൃത്യമായിട്ട് അറിയാം, എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ 15 മുതൽ 20 ലക്ഷം വരെ വീടുകൾ കേരളത്തിൽ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. 3.5 ലക്ഷം കുടുംബത്തിന് ഇപ്പോൾ വീട് വേണ്ടു. ഉത്തരം വളരെ ലളിതമല്ലേ? ഇനിയിപ്പോൾ കേരളത്തിൽ എന്തിനാ വീടുണ്ടാക്കുന്നത്? എത്ര തലമുറ കഴിഞ്ഞാലും കേരളത്തിൽ ഇന്നുള്ള വീട് ഉപയോഗിക്കാൻ കഴിയും. ഒരാൾക്ക് എന്തിനാ 2 വീട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എനിക്ക് 250 ബെഡ്റൂമുള്ള വീട് ഉണ്ടാക്കുന്നത് എൻ്റെ വികസനമായിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷേ 250 ബെഡ്റൂമുള്ള വീട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 250 കുടുംബങ്ങൾക്ക് ബെഡ്റൂം ഉണ്ടാക്കേണ്ട കരിങ്കല്ലും അല്ലെങ്കിൽ മെറ്റലും ഇരുമ്പും കറണ്ടും പെയിന്റും നിങ്ങൾ ഉപയോഗിക്കുന്നു. അവർക്ക് കിട്ടില്ല. അവസാനത്ത് ഈ പ്രകൃതി വിഭവങ്ങൾ എങ്ങനെ കൊള്ളയടിക്കപ്പെടുന്നു, ആരുപയോഗിക്കുന്നു, ഇതൊക്കെ വികസനത്തിന്റെ നിർവചനത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, ഒക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അത് വികസനം സംബന്ധിച്ച്. അതുപോലെ മാർക്കറ്റ് സംബന്ധിച്ച് ഇന്ന് നമ്മുടെ ആവശ്യങ്ങൾ നമ്മളാണോ തീരുമാനിക്കുന്നത്? നേരത്തെ ചോദിച്ചല്ലോ, നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ ആവശ്യങ്ങൾ നമ്മളാണോ തീരുമാനിക്കുന്നത്? കടയിൽ പോകുന്നത് സാധനം വാങ്ങാനാണോ അതോ അവിടെ പോയിട്ട് നോക്കിയിട്ട് സാധനം എന്താ വേണ്ടത് തീരുമാനിക്കാനാണ്? തീരുമാനമെടുക്കുന്നത് കടയിലാണോ വീട്ടിലാണോ?
മിക്കവാറും സൂപ്പർ മാർക്കറ്റുകളുടെ ഉത്ഭവം കടയിൽ പോയി തീരുമാനിക്കുകയാണ്. കട കാണാൻ പോകുന്നു. എറണാകുളത്തൊക്കെ കട കാണാൻ കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്ത് നിന്നും വരുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തമാശ തോന്നിയിട്ടുണ്ട്. കട കാണാൻ, മാള് കാണാൻ. എന്തിനാ മാള് കാണുന്നത്? നിങ്ങൾ കടയിൽ പോകുന്നത് എന്തിനാ? ഒരു സാധനം വാങ്ങിക്കാൻ. എനിക്ക് ഇന്ന സാധനം വാങ്ങിക്കണം, ഞാൻ പോകുന്നു. അതൊരു സ്പിരിച്വാലിറ്റിയാണ്. അത്തരം ഒരു സ്പിരിച്വാലിറ്റി ഇന്ന് ഏറ്റവും ഏറ്റവും ജൈവമായ എക്കോ എന്ന് പറഞ്ഞ ഞാനൊരു ഓർഗാനിക് സ്പിരിച്വാലിറ്റി എന്നതിനെ കുറിച്ചാണ്. അതൊരു പുതിയ ലോജിക്കാണ്. ഇതുവരെ നമ്മൾ ശീലിച്ച യുക്തിയല്ല. ആ യുക്തിയെ നിഷേധമാണ്. നേരത്തെ അധ്യക്ഷൻ പറഞ്ഞ പ്രതിവിപ്ലവം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ച യുക്തിയുടെ പലതിന്റെയും നിഷേധം അവിടെ വേണ്ടി വരും. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ ബാല്യകാല സഖിയിൽ പറയുന്നുണ്ട് ഒരു കണക്ക്, അല്ലെ എല്ലാവർക്കും അറിയാം. ഒന്നും ഇമ്മണി വലിയൊന്നാണ്, ഒന്നും ഇമ്മണി വലിയൊന്നാണ്. തീർച്ചയായും എപ്പോഴും ഒന്നും രണ്ടല്ല എന്നാണ് ബഷീർ പറയാൻ ശ്രമിച്ചത്. ഒന്നും ചിലപ്പോൾ ഇമ്മണി വലിയൊന്നാവും എന്നൊരു തോന്നലുണ്ട്. അത്തരം തോന്നലുകൾ തീർച്ചയായും അത് വേറൊരു യുക്തിയാണ്. ഒരു യുക്തിയിൽ നിന്ന് മറ്റൊരു യുക്തിയിലേക്ക് വരും. ഇവിടെ തീർച്ചയായും നമ്മുടെ കേരള നവോത്ഥാനത്തിന്റെ അടിത്തറയിട്ടു എന്ന് നമുക്ക് ഉറപ്പുള്ള CSI സഭയ്ക്ക്, അതിന്റെ മിഷണറിമാർക്ക് കേരളത്തിന്റെ രണ്ടാം നവോത്ഥാനത്തിന് കൂടി അടിത്തറയിടണം എന്ന അതിന്റെ തുടക്കമാവട്ടെ ഈ സെന്റർ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്നെ ക്ഷമിച്ചതിനും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ TM തോമസ് ഐസക് സാറിനെ ക്ഷണിക്കും. നമ്മുടെ പരിപാടി ഇനി ഒരു 20 മിനിറ്റ് നീളുകയുള്ളൂ. തിരുവഞ്ചൂർ സാർ വരുമെന്ന് ഇപ്പോഴും വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് ദയവായിട്ട് ഇനിയും അത്യാവശ്യമില്ലാത്തവർ പോകരുത്. ഇവിടെ അച്ഛന്മാരും ആരും പോകരുത്. ഞാൻ രാവിലെ 7 മണിക്ക് മൺട്രോത്തുരുത്തി ചെല്ലേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ അത്രയും അതുകൊണ്ട് ആരും പോകരുത്. നമുക്ക് മന്ത്രി വന്ന് 6:15 ആകുമ്പോൾ പരിപാടി തീർക്കും. നേരത്തെ നീലകണ്ഠൻ പറഞ്ഞ പോലെ 20 ലക്ഷം കെട്ടിടങ്ങള് ആളില്ലാതെ തിരക്കുകയാണെങ്കിൽ എൻ്റെ അർത്ഥം എന്താ? ഒരു കെട്ടിടമല്ല, 2 കെട്ടിടം ആയിക്കോട്ടെ. ഫാഷൻ മാറുന്നതനുസരിച്ച് സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക. ഉപയോഗിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയുമെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഉൽപ്പാദനം നടത്തുക. ഇങ്ങനെ ദുർവ്യയം അനിവാര്യമാക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. നമ്മളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. ഏറിയ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നവർ. നമുക്ക് വേണ്ടുന്ന ഉപഭോഗ വസ്തുക്കളൊക്കെ വലിയ മുതലാളിമാരുണ്ടാക്കുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാലേ കൂടുതൽ ലാഭം കിട്ടൂ. കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഞാനും ഒക്കെ കൂടുതൽ ഉപയോഗിക്കണം. അങ്ങനെ പരസ്യത്തിലൂടെയും എല്ലാം നമ്മൾ ഈ ആർത്തി നിരന്തരം ഉണ്ടാക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പരസ്യം, നമ്മളിന്ന് വാങ്ങുന്ന ഏത് ഉൽപ്പന്നം എടുത്താലും അതിന്റെ യഥാർത്ഥ വില നമ്മൾ കൊടുക്കുന്നതിന്റെ പാതി താഴേക്ക്, മാർക്കപ്പ് 100%. സിനിമാ താരങ്ങൾ അവർക്കെല്ലാം കൊടുക്കുന്ന തുക എത്രയാണ്? അതിന്റെ പാക്കേജിങ്, പരസ്യം, ഇതെല്ലാം. അതുകൊണ്ട് ആധുനിക സമ്പദ് വ്യവസ്ഥയെ ദുർവ്യയ സമ്പദ് വ്യവസ്ഥ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ആവശ്യത്തിനപ്പുറം ദുർവ്യയം ചെയ്യുമ്പോഴെന്താ? അതിനുള്ള പെട്രോളോ അതിനുള്ള കൽക്കരിയോ അതിനുള്ള എണ്ണയോ ഒക്കെ ലോകത്ത് ഭൂമുഖത്ത് ഇല്ലാതെ വരും. അവയുടെ അതിര് കവിഞ്ഞിട്ടുള്ള ഉപയോഗം പാരിസ്ഥിതികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു, കാലാവസ്ഥ വ്യതിയാനത്തിലേക്ക് നയിക്കുന്നു, മാനവരാശിയുടെ തന്നെ നിലനിൽപ്പിന് അത് ഭീഷണിയായിട്ട് തീരുന്നു. ഈ ഒരു പശ്ചാത്തലത്തില് എല്ലാവരും, വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും തങ്ങളുടെ ദർശനത്തിലെ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഒരു പുതിയ തിയോളജി, എക്കോ തിയോളജി, അത് അനിവാര്യമായിട്ട് തീരുന്നു. കാരണം ക്രൈസ്തവ ദർശനം തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ധാരയല്ല കാണാൻ പറ്റാ. ഞാൻ ആ സ്റ്റേജിലിരുന്ന് നമ്മുടെ ഇദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ നോക്കിയായിരുന്നു മൊബൈലില്. അതിലെ ഒരു
പ്രധാനപ്പെട്ട വാചകം അധ്യായം 1:28 വാക്യം. അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, നീ പെറ്റു പെരുകി ഈ സർവത്തിന്റെയും ആധിപനാവണം എന്നാണ്. ഡൊമിനിക് ഉണ്ട്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ വാക്യം അടുത്ത അധ്യായത്തിലുണ്ട്, 2:15. അതിൽ പറയുന്നത് ഈ ഭൂമി യു ടിൽ ആൻഡ് കീപ് ഇറ്റ്. ചില തർജ്ജമകളിലെ കൾച്ചർ, നിങ്ങളെ ഉഴുവുകയും പരിപാലിക്കുകയും ചെയ്യുക. ഉഴുവ കൃഷി ചെയ്യുക, കൃഷി ചെയ്യാന്ന് മാത്രമല്ല, അത് പരിപാലിക്കുക. നമ്മുടെ കൊളോണിയൽ കാലഘട്ടത്തിലെല്ലാം ഇതിൽ ഊന്നൽ നിന്നത് ഈ ആദ്യം പറഞ്ഞ ഒരു ദർശനം. എന്നാൽ ഇന്ന് എന്റെ അർത്ഥം നേരത്തെ മറ്റേ ദർശനം പറയുന്ന ആളുകളില്ലെന്നൊന്നുമല്ല. നേരത്തെ ലൗദാത്തോ സിയെ കുറിച്ച് പറഞ്ഞല്ലോ, സിയാർ നീലകണ്ഠൻ. മിസ്റ്റിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. സെന്റ് ഫ്രാൻസിസ് ഓഫ് അസിസിയെ പോലെയുള്ള ഒരു, അല്ലെങ്കിൽ ആദിമ ഫാദേഴ്സ്, അവരൊക്കെ പലപ്പോഴും രണ്ടാമത്തെ കാഴ്ചപ്പാടിലേക്ക് പോകുന്നു. പക്ഷെ ഇന്ന് ഒരു സംശയവും വേണ്ട, ക്രൈസ്തവ ദർശനത്തിൽ ഇങ്ങനൊരു ചുവടുമാറ്റം അനിവാര്യമായിട്ട് വരികയാണ്. ഒരു പുനർവായന അനിവാര്യമായിട്ട്. പുതിയതൊന്നുമല്ല, ബൈബിളിലുള്ളത് തന്നെയാണ്. അതിനുള്ളൊരു പരിശ്രമമാണ് സിയാറ് പറഞ്ഞ ലൗദാത്തോ സി എന്ന് പറയുന്നത്. കർത്താവിന് സ്തുതി എന്നതിന്റെ അർത്ഥം സീനോറ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഈ കോമൺ ഭൂമി, നമ്മുടെ എല്ലാവരുടേതായിട്ടുള്ള ഭൂമി, അതിന്റെ ചരാചരങ്ങൾക്കും വേണ്ടി സ്തുതി എന്നുള്ളത്. മനുഷ്യൻ മാത്രമല്ല സ്തുതി ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇത് വലിയൊരു മാറ്റമാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ വരുന്നുണ്ടേ. കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് അങ്കമാലിയിൽ പോയപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ പോയിട്ട് 2 കൃഷിക്കാരെ കണ്ടുകളയാം എന്ന് പറഞ്ഞു പോയപ്പോ ഞങ്ങളുടെ പാർട്ടിയുടെ കുറച്ച് സാക്ക് കൂടി ചേർന്ന് വലിയൊരു പാടത്ത് കൃഷി ചെയ്യും. എനിക്ക് ഭയങ്കര രസം തോന്നി. കാര്യം ഞാൻ കാറി പോയപ്പോ തന്നെ കണ്ട് പാടത്ത് വെള്ളക്കെട്ടുണ്ടാവില്ല, അതുകൊണ്ട് വലിയ പൊക്കത്തിലുള്ള കൂണി ഉണ്ടാക്കി അതിന്റെ മുകളിൽ തടവുണ്ടാക്കി അവിടെയാണ് നട്ടിരിക്കണം, അല്ലെങ്കിൽ വെള്ളക്കെട്ടിലൊക്കെ പോകും. അങ്ങനെ പന്തലിട്ട് വെച്ചിരിക്കുക. ചെന്ന് ചോദിച്ചു, ഇത് എങ്ങനെ നിങ്ങളിത് വിൽക്കാം? അപ്പൊ അതിന് പുതിയ വിദ്യ കണ്ടിട്ടുണ്ട്. എന്തത്? പള്ളിമുറ്റത്തിട്ടാ വിൽക്കണേ. ഓണം കഴിഞ്ഞല്ലോ, ഇതെന്ത് ചെയ്യും? ഇതിന് 40 രൂപ 50 രൂപ വില കിട്ടിയില്ലെങ്കിൽ മോലിക്കൂല. അപ്പൊ സാധാരണ ആ പ്രദേശത്തൊക്കെ അങ്കമാലി, കൊടുങ്ങല്ലൂർ, കോട്ടപ്പുറമൊക്കെ പ്രദേശത്ത് ക്രിസ്ത്യാനിയൊക്കെ കുർബാന കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച ഇറച്ചിയും മേടിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. ആണൊരു പതിവ്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്ത് മാറ്റം. അപ്പൊ ഇനി ജൈവ പച്ചക്കറി മേടിച്ച് കുർബാനയും കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോകുന്നതിലേക്ക്. അപ്പോഴും ഒരാളോട് പറയണേ, സാറേ ഇത് ലൗദാത്തോസിന്റെ കളിയാ. അതെനിക്ക് ഭയങ്കര കൗതുകം തോന്നി. എന്തുണ്ടായത്? ഓ, പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ മാർപ്പാപ്പയുടെ ലൗദാത്തോസി പ്രസംഗിച്ചു, രാസവളവും കീടനാശിനിയൊക്കെ വളരെ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഇവര് വിൽക്കാൻ വന്നത്, അതുകൊണ്ടാണ് ഇപ്പൊ വാങ്ങുന്നത് എന്നുള്ളത്. ഈ പുതിയ ദർശനത്തിന്റെ അനുരണനങ്ങള് എല്ലായിടത്തും വരുന്നുണ്ട്. ഇതിപ്പോ ക്രൈസ്തവ ജീവിതത്തിൽ 2 ഭാഗമുണ്ടെന്ന് മാത്രമല്ല, ഞങ്ങളിപ്പോ കമ്മ്യൂണിസ്റ്റുകാർ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ പ്രകൃതിയെ കുറിച്ചുള്ള സമീപനത്തിൽ എത്രയോ വ്യത്യസ്തമായതാണ്. ഇതുവരെയും വിചാരിച്ചിരുന്നത് മനുഷ്യൻ ദ കോങ്കറർ, എല്ലാം പ്രകൃതിയെ കീഴടക്കി വളരുന്ന മുന്നോട്ട് പോകുന്ന. അനുമാസിന്റെ പുസ്തകത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ ഇപ്പൊ ഇങ്ങനെ കോങ്കർ ചെയ്യുമ്പോ ഈ പ്രകൃതി നമ്മളോട് തന്നെ പ്രതികാരം വീട്ടുന്നതിന്റെ ഒരുപാട് അനുഭവങ്ങൾ വരികയാണ്. കാരണം കോൺകസ്റ്റിനിടയിൽ സിയാർ പറഞ്ഞ പരസ്പര ബന്ധങ്ങള്, അവയൊക്കെ നമ്മൾ വിസ്മരിച്ചു പോകും. അവൻ നമ്മോട് പ്രതികാരം ചെയ്യും. നമ്മുടെ പശ്ചിമഘട്ടത്തിലെ വനങ്ങൾ മുഴുവൻ നമ്മൾ വെട്ടി തടിയാക്കി അങ്ങ് അയച്ചാൽ അടുത്ത വർഷം കേരളത്തിന്റെ വരുമാനം ഇരട്ടിയാവും. നമ്മൾ അത്രയും സമ്പത്തുള്ളവരായിട്ട് തീർന്നു തെരിഞ്ഞേക്കാം. എന്നാൽ മറ്റന്നാള് പിന്നത്തെ വർഷം നമ്മുടെ നാട്ടിലെ കൃഷി ബാക്കി ഉണ്ടാവില്ല.
അപ്പോൾ ആ വിനാശം പിന്നീട് വരുന്നതാണ്. ഈ പരസ്പര ബന്ധത്തെ മനസ്സിലാക്കണം എന്നുള്ള തിരിച്ചറിവ് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും പുതുതായിട്ടുണ്ടാവുകയാണ്. അത്ര വലിയൊരു പ്രതിസന്ധിയെ മാനവരാശി നേരിടുകയും ഇതിന് ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്താം. പഠനങ്ങൾ മാത്രമല്ല, പ്രചാരണങ്ങളും മാത്രമല്ല, പ്രവൃത്തികളും. അങ്ങനെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും നന്നായിരിക്കണം തുടങ്ങിയിരിക്കുന്നതിൽ ഇത്തരത്തിലൊരു കെട്ടിട സമുച്ചയം, പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള കെട്ടിട സമുച്ചയം. ഇനി ഇവിടെ നടക്കുന്ന പ്രവൃത്തികളും ഈ ഒരു കാഴ്ചപ്പാടിനനുസൃതമാവട്ടെ. നമ്മുടെ നാട്ടിൽ ആവശ്യം വേണ്ടുന്ന ഒരു പുതിയ പാരിസ്ഥിതിക ബോധം സൃഷ്ടിക്കാനായിട്ട് സഹായിക്കട്ടെ. ഏതായാലും CRI ഇത് നിങ്ങൾ പറഞ്ഞ ഗാഡ്ഗിലും എല്ലാം റിപ്പോർട്ടുണ്ടല്ലോ. നിങ്ങൾ വായിച്ചോന്നറിയത്തില്ല. ഔദാത്യസി ഒരിക്കൽ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക്കിയിൽ എടുത്ത് നിലപാടുകൾ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ഓദറയെ കുറിച്ച് ഞാൻ നേരത്തെ വഴി കടന്നു പോയിട്ടുണ്ടാവും. ഈ ഓദറ എനിക്ക് പരിചയം കാക്കനാടന്റെ നോവലായിട്ടാണ്. ഞാൻ കാക്കനാടന്റെ ഈ നോവല് മാത്രമല്ല, ഇതുപോലെ വിഷകന്യക ഇങ്ങനെ 10-12 നോവലിരുന്ന് പഠിച്ചു. ഈ ഇടുക്കിയിലെ ബഹളമൊക്കെ നടന്നപ്പോൾ എന്താണിത് മനസ്സിലാക്കി, ഇതിന്റെ പോപ്പുലർ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോഴാണ് ഈ മാൻ ദ കോങ്കറർ ഡൊമിനേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ചെല്ലുക. അതിൽ ഭൂമി ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിനെ ഊന്നിക്കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള പ്രതികരണം. ഞാൻ പറയാ, ആയിക്കോട്ടെ, അങ്ങനെ പോട്ടെ, ഇനി എന്ത്? ഈ ലൗദാത്തീസിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വനവും നമ്മുടെ ജൈവ വൈവിധ്യവും ഇതൊക്കെ ഒന്ന് സംരക്ഷിക്കാൻ എന്താ ഒരു പുതിയ പ്രവർത്തന പദ്ധതി എന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒരുപാട് സംവാദത്തിനുള്ള സന്ദർഭങ്ങൾ തുറക്കുന്ന ഒരു കാലമാണ്. അത് വലിയ സംഭാവന ചെയ്യാൻ നമ്മുടെ എക്കോ സ്പിരിച്വൽ സെന്റർ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ CSI സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്ററും CSI മധ്യ കേരള മഹായിടവയുടെ ബിഷപ്പുമായ റൈറ്റ് റവറൻ തോമസ് കൈമൻ തിരുമേനി, എങ്ങനെ പരിസ്ഥിതി സൗഹൃദ പരിസ്ഥിതി സംരക്ഷണ പദ്ധതികൾ പ്രാവർത്തികമാക്കാമെന്ന് അഭിമന്യ തിരുമേനിയും CSI സഭാ നേതൃത്വവും ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ പേര് ഇട്ടിരിക്കുന്നത് തന്നെ വളരെ തിരുമേനിയുടെ ബുദ്ധിപൂർവമുള്ള ആ ഏതൻ എക്കോ സ്പിരിച്വാലിറ്റി സെൻ്റർ എന്നുള്ള അതും അഭിനന്ദനീയമാണ്. തീർച്ചയായും ഈ സ്പിരിച്വാലിറ്റി സെൻ്റർ എൻ്റെ ജീവാറിന് മാത്രമേ നാടിനും മുഴുവനായി ഈ ദേശത്തിന് തന്നെ ഒരു അഭിമാനമാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ. ഇതുപോലുള്ള നൂതന പദ്ധതികൾ, പ്രകൃതി സൗഹൃദ പ്രകൃതി സംരക്ഷണ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുവാൻ അഭിമന്യ തിരുമേനിക്കും സഭാ നേതൃത്വത്തിനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ്. ആദരണീയനായ തിരുമേനി, വിശിഷ്ടായിരിക്കുന്ന ന്യൂയോർക്ക് CSI മലയാളം കോൺഗ്രിഗേഷൻ C4 ന്യൂയോർക്കിൻ്റെ സന്ദേശം ഈ സമയം വായിക്കട്ടെ. ഇംഗ്ലീഷിലാണ് ഇത് വായിക്കട്ടെ. ടു റൈറ്റ് റവറൻ തോമസ് കൈമൻ, ബിഷപ്പ് ആൻഡ് ഡെപ്യൂട്ടി മോഡറേറ്റർ ഓഫ് CSI, on behalf of the Board of Trustees and the members of Church of South India, Malayalam Congregation of Greater New York, C4 New York, we extend our prayers and best wishes on the inauguration of the Eco Spirituality Center Odhra in celebration of the bicentenary of the Madhya Diocese. Begun 200 years ago as the CMS mission of help, it is both encouraging and commendable to see the Madhya Diocese continue to support, nurture and grow its purpose as the mission church. We are very grateful to the bishop and organizers of the Eco Spirituality inaugural function for
extending the invitation to attend. However, due to scheduling conflicts, ഇക്കോ സ്പിരിച്വാലിറ്റി സെന്ററിന്റെ ഉദ്ഘാടന ഫലകവും ഇതോടനുബന്ധിച്ച് അനാവരണം ചെയ്യുന്നതാണ്. Eden Echo Spirituality Center Odara, concern of the Madhya Diocese, Institute of Echo Spirituality, Mission Training, Skill Development of the India. കൃതജ്ഞത പ്രകാശിപ്പിക്കും.